പ്രാർത്ഥിച്ച് ഇന്നത്തെ കൂട്ടായ്മ ആരംഭിക്കാം. ഈ വെള്ളിയാഴ്ച ദിവസവും നമുക്ക് ഒരുമിച്ച് ഇപ്രകാരം കൂടി വരുവാൻ ദൈവം സഹായിച്ചു. നമ്മുടെ ഇന്നത്തെ കൂടിവരവ് നമുക്കൊക്കെ സന്തോഷവും അനുഗ്രഹവും നന്മയുമായി തീരുവാനായിട്ട് ദൈവം സഹായിക്കേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമേൻ. സ്നേഹവാനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ പ്രഭാതത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, കഴിഞ്ഞ രാത്രികാലം അവിടുത്തെ കരങ്ങളിൽ ഞങ്ങളെ കാത്തു പരിപാലിച്ചതിനായി സ്തുതിക്കുന്നു. പുതിയ ഒരു പ്രഭാതത്തിലേക്ക് ഞങ്ങളെ അവിടുന്ന് എല്ലാവരെയും ആരോഗ്യത്തോടെ, സുഖത്തോടെ, ക്ഷേമത്തോടെ അങ്ങ് കൂട്ടിവരുത്തിയ വലിയ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യും. കർത്താവ്, ഈ പകൽക്കാലത്തെ ഞങ്ങളുടെ എല്ലാ ഇടപാടുകളിലും, ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും അവിടുത്തെ കൃപാടിയങ്ങളോട് കൂടെ ഇരിക്കണമേ. നിന്റെ നന്മകൾ, നിന്റെ സ്നേഹവും കരുതലും ഒക്കെ അനുഭവിപ്പാൻ ഈ ഒരു പകൽക്കാലം ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, ഞങ്ങൾക്ക് ഒരുമിച്ച് ഇപ്രകാരം പ്രാർത്ഥനയോടുകൂടെ അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ നീ സഹായിക്കുന്നല്ലോ, അതിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ കൂട്ടായ്മകളിലൊക്കെ കർത്താവിന്റെ അങ്ങയുടെ ദിവ്യമായ സാന്നിധ്യം ഞങ്ങൾക്ക് നൽകണമേ. കർത്താവെ, ഞങ്ങൾ നിനക്കുള്ളവരായി എല്ലായ്പ്പോഴും ജീവിപ്പാൻ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിന്റെ പ്രതികൂലങ്ങളുടെയും പ്രതിസന്ധികളുടെയും ഒക്കെ മധ്യത്തിൽ നിന്റെ കരങ്ങളിൽ വിശ്വാസത്തോടുകൂടി ആശ്രയിപ്പാൻ കർത്താവെ, ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക്, ഞങ്ങളുടെ ദുഃഖങ്ങൾക്കും സങ്കടങ്ങൾക്കും ഒക്കെ നിന്റെ സന്നിധിയിൽ പരിഹാരമുണ്ട് എന്ന് ഉറച്ചു വിശ്വസിച്ച് നിന്നിൽ ആശ്രയിപ്പാൻ നീ ഞങ്ങളെ ഇടയാക്കണമേ. കർത്താവ്, ഇന്ന് പ്രാർത്ഥനയ്ക്കായി കൂടി വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ കരങ്ങളിൽ താഴ്ത്തി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ വ്യത്യസ്തങ്ങളായ ജീവിത സാഹചര്യങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു. അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥകളെ ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളെ ഒക്കെ അവിടുന്ന് ആശ്വസിപ്പിക്കണമേ. ഞങ്ങളുടെ ഒക്കെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകണമേ. ഞങ്ങളുടെ വലുതും ചെറുതുമായ എല്ലാ ആവശ്യങ്ങളിലും ദിവ്യമായ സാന്നിധ്യം കൂടെ ഇരിക്കണമേ. പ്രത്യേകിച്ച് കർത്താവെ, ഇന്നത്തെ ഈ കൂട്ടായ്മയ്ക്ക് വിവിധ ഭാഗങ്ങൾക്ക് നേതൃത്വം നൽകുന്നവരെ ഓർക്കുന്നു. വചനം വായിക്കുകയും പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരെല്ലാം സമർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങൾ അർപ്പിക്കുന്ന ശുശ്രൂഷ അത് ഞങ്ങളുടെ ആത്മീയമായ ഐക്യതയ്ക്ക്, കർത്താവെ, അങ്ങനെയുള്ള വിശ്വാസത്തിന്റെ പുനരർപ്പണത്തിന്, ഉറപ്പിക്കലിന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയുടെ ആദ്യയുടെ അവസാനം തിരുസാന്നിധ്യത്താൽ ഞങ്ങളെ നിറയ്ക്കണം. യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ഇപ്പോൾ പാട്ടുകൾ പാടും. I am so glad that our Father in heaven tells of his love in the book he has given. Wonderful things in the Bible I see. This is the dearest that Jesus loves me. I am so glad that Jesus loves me. Jesus loves me. Jesus loves me. I am so glad that Jesus loves me. Jesus loves even me. Though I forget him and wander away, still he doth love me whenever I stray. Back to his dear loving arms would I flee, when I remember that Jesus loves me. I am so glad that Jesus loves me. Jesus loves me. Jesus loves me. I am so glad that Jesus loves me. Jesus loves even me. Oh, if there's only one song I can sing, when in his beauty I see the great King, this shall my song in eternity be. Oh, what a wonder that Jesus loves me. I am so glad that Jesus loves me. Jesus loves me. Jesus loves me. I'm so glad
that Jesus loves me. Jesus loves even me. സാരമില്ലായി സങ്കടങ്ങൾ മാറിപ്പോകും ഈ വേദനകൾ. സാരമില്ലായി സങ്കടങ്ങൾ മാറിപ്പോകും ഈ വേദനകൾ. മാറിപ്പോകാത്ത വാഗ്ദത്തമുണ്ട്. ആ നല്ല നാളുകൾ വേഗം വരും. മാറിപ്പോകാത്തൊരു വാഗ്ദത്തമുണ്ട്. ആ നല്ല നാളുകൾ വേഗം വരും. കരയേണ്ട ദുഃഖത്താൽ കർത്തനുണ്ട്. കണ്ണുനീരെല്ലാം യേശു മാറ്റിടുമേ. കരയേണ്ട ദുഃഖത്താൽ കർത്തനുണ്ട്. കണ്ണുനീരെല്ലാം യേശു മാറ്റിടുമേ. സങ്കടങ്ങൾക്കെല്ലാം പരിഹാരം തന്നിടും. പ്രാർത്ഥന യേശുവുണ്ട്. സങ്കടങ്ങൾക്കെല്ലാം പരിഹാരം തന്നിടും. പ്രാർത്ഥന കേൾക്കുന്നു യേശുവുണ്ട്. ഏലിയാവിൻ ദൈവം കൂടെയുണ്ട്. എന്നും എന്നെ കർത്തൻ പോറ്റിടുന്നു. ഏലിയാവിൻ ദൈവം കൂടെയുണ്ട്. എന്നും എന്നെ കർത്തൻ പോറ്റിടുന്നു. കാക്കയെ കൊണ്ടവൻ ഭക്ഷണം ഒരുക്കി. നിത്യമെന്നെ താതൻ പോറ്റിടുന്നു. കാക്കയെ കൊണ്ടവൻ ഭക്ഷണം ഒരുക്കി. നിത്യമെന്നെ താതൻ പോറ്റിടുന്നു. ആഴക്കടലിൽ ഞാൻ താണുപോയാ കരം പിടിച്ചെന്ന് താതൻ ഉയർത്തിയിടുന്നു. ആഴക്കടലിൽ ഞാൻ താണുപോയാ കരം പിടിച്ചെന്ന് താതൻ ഉയർത്തിയിടുന്നു. ചേർത്തൊപ്പം പിടിച്ചു കടലിന്മേലാടുന്നു. അക്കരെ എത്തിക്കും താതനെന്നെ. ചേർത്തൊപ്പം പിടിച്ചു കളീടെ നാടുന്ന അക്കരെ എത്തിക്കും താതനെന്നെ. ഭാരങ്ങളാൽ ഞാൻ തളർന്നാലും ഭാരം ചുമന്നവൻ യേശുവുണ്ട്. ഭാരങ്ങളാൽ ഞാൻ തളർന്നാലും ഭാരം ചുമന്നവൻ യേശുവുണ്ട്. എൻ പാപഭാരം ക്രൂശിൽ താൻ വഹിച്ചു. ആടിപ്പിണരായവൻ സൗഖ്യം തരും. എൻ പാപഭാരം ക്രൂശിൽ താൻ വഹിച്ചു. ആടിപ്പിണരായവൻ സൗഖ്യം തരും. സാരമില്ലായി സങ്കടങ്ങൾ മാറിപ്പോകും വേദനകൾ. സാരമില്ലായി സങ്കടങ്ങൾ മാറിപ്പോകും വേദനകൾ. മാറിപ്പോകാത്തൊരു വാഗ്ദത്തമുണ്ട്. ആ നല്ല നാളുകൾ വേഗം വരും. മാറിപ്പോകാത്തൊരു വാഗ്ദത്തമുണ്ട്. ആ നല്ല നാളുകൾ വേഗം വരും.
അപ്പോൾ ലില്ലി ആൻറ്റി 33 സങ്കീർത്തനം വായിക്കും. Psalm 33 ലില്ലി ആൻറ്റി വായിക്കും. അച്ഛാ കേൾക്കാമോ? കേൾക്കാം. യെസ്. സങ്കീർത്തനം 33, Psalm 33. നീതിമാന്മാരെ യഹോവയിൽ ഘോഷിച്ചുല്ലസിപ്പീൻ. സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ലോ. കിന്നരം കൊണ്ട് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ. 10 കമ്പിയുള്ള വീണ കൊണ്ട് അവന് സ്തുതി പാടുവിൻ. അവന് പുതിയ പാട്ട് പാടുവിൻ. ഘോഷസ്വരത്തോടെ നന്നായി വാദ്യം വായിപ്പീൻ. യഹോവയുടെ വചനം നേരുള്ളത്, അവന്റെ സകല പ്രവൃത്തികളും വിശ്വസ്തതയുള്ളത്. അവൻ നീതിയും ന്യായവും ഇഷ്ടപ്പെടുന്നു. യഹോവയുടെ ദയ കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു. യഹോവയുടെ വചനത്താൽ ആകാശവും അവന്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യവും ഉളവായി. അവൻ സമുദ്രത്തിലെ വെള്ളത്തെ കൂമ്പാരമായി കൂട്ടുന്നു. അവൻ ആഴികളെ ഭണ്ഡാര ഗ്രഹങ്ങളിൽ സംഗ്രഹിക്കുന്നു. സകല ഭൂവാസികളും യഹോവയെ ഭയപ്പെടട്ടെ. ഭൂതലത്തിൽ പാർക്കുന്നവരെയൊക്കെയും അവനെ ശങ്കിക്കട്ടെ. അവൻ അരുളി ചെയ്തത് അങ്ങനെ സംഭവിച്ചു. അവൻ കൽപ്പിച്ചു, അങ്ങനെ സ്ഥാപിതമായി. യഹോവ ജാതികളുടെ ആലോചനയെ വ്യർത്ഥമാക്കുന്നു, വംശങ്ങളുടെ നിരൂപണങ്ങളെ നിഷ്ഫലമാക്കുന്നു. യഹോവയുടെ ആലോചന ശാശ്വതമായും അവന്റെ ഹൃദയ വിചാരങ്ങൾ തലമുറ തലമുറയായും നിൽക്കുന്നു. യഹോവ ദൈവമായിരിക്കുന്ന ജാതിയും അവൻ തനിക്ക് അവകാശമായി തിരഞ്ഞെടുത്ത ജനവും ഭാഗ്യമുള്ളത്. യഹോവ സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു, മനുഷ്യപുത്രന്മാരെ ഒക്കെയും കാണുന്നു. അവൻ തന്റെ വാസസ്ഥലത്ത് നിന്ന് സർവഭൂവാസികളെയും നോക്കുന്നു. അവൻ അവരുടെ ഹൃദയങ്ങളെ ഒരുപോലെ മനഞ്ഞിരിക്കുന്നു. അവരുടെ പ്രവൃത്തികളെ ഒക്കെയും അവൻ ഗ്രഹിക്കുന്നു. സൈന്യ ബഹുത്വത്താൽ രാജാവ് ജയം പ്രാപിക്കുന്നില്ല. ബലാധിക്യം കൊണ്ട് വീരൻ രക്ഷപ്പെടുന്നതുമില്ല. ജയത്തിന് കുതിര വ്യർത്ഥമാകുന്നു, തന്റെ ബലാധിക്യം കൊണ്ട് അത് വിടുവിക്കുന്നതുമില്ല. യഹോവയുടെ ദൃഷ്ടി തന്റെ ഭക്തന്മാരുടെ മേലും തന്റെ ദയയ്ക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു. അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിപ്പാനും ക്ഷാമത്തിൽ അവരെ ജീവനോടെ രക്ഷിപ്പാനും തന്നെ. നമ്മുടെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. അവൻ നമ്മുടെ സഹായവും പരിചയമാകുന്നു. അവന്റെ വിശുദ്ധ നാമത്തിൽ നാം ആശ്രയിക്കയാൽ നമ്മുടെ ഹൃദയം അവനിൽ സന്തോഷിക്കും. യഹോവേ, ഞങ്ങൾ നിങ്കൽ പ്രത്യാശ വയ്ക്കുന്നത് പോലെ നിന്റെ ദയ ഞങ്ങളുടെ മേൽ ഉണ്ടാകുമാറാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആദിയിലും എപ്പോഴും എന്നേക്കുള്ള പ്രകാരം തന്നെ. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ദൈവസന്നിധിയിൽ ഒരു നിമിഷം നമുക്ക് ഏകാഗ്രമാക്കാം. ഈ ഒരു പുതിയ പകൽക്കാലം, പുതിയൊരു പ്രഭാതം ദൈവം നമുക്ക് ദാനമായിട്ട് നൽകി. നമുക്ക് ഒരുമിച്ച് പ്രകാരം കൂടി വന്ന് ദൈവസന്നിധിയില്, ദൈവസാന്നിധ്യത്തില് അല്പസമയം ചെലവിടുവാൻ, അല്പനേരം ദൈവകൃപയിലായിരിക്കാൻ ദൈവം നമുക്ക് തരുന്ന ഈ നല്ല സമയത്തിനായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ ജീവിതത്തിന്റെ കഴിഞ്ഞ നാളുകളിലൊക്കെ ദൈവം നമ്മോട് കൂടെ ഇരുന്നു. ആയുസ്സും ആരോഗ്യവും ഒക്കെ ദൈവം നമുക്ക് നൽകി. നമ്മുടെ ജീവിതത്തിന്റെ ഭാരങ്ങളിലും പ്രയാസങ്ങളിലും ഒക്കെ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം, ദൈവം നമ്മെ നടത്തിയ വലിയ കൃപയ്ക്കായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ ജീവിതത്തിലൊക്കെ വന്നുപോയ കുറവുകളെയും ബലഹീനതകളെയും എല്ലാം നമുക്കൊരു നിമിഷം ദൈവസന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തി ഏറ്റുപറയാം. കർത്താവേ, എൻ്റെ കുറവുകൾ എന്നോട് ക്ഷമിക്കണമേ. എൻ്റെ ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകൾ എന്നോട് പൊറുക്കണമേ. നീ ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് പോലെ മെച്ചമായി സന്തോഷത്തോടുകൂടെ ജീവിപ്പാൻ കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല. അതുകൊണ്ട് നമ്മളൊക്കെ ജീവിതത്തിൽ കുറവുകളുള്ളവരാണ്. നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല, നമ്മൾ ആരും പൂർണ്ണരല്ല, നമ്മൾ ആരും കുറ്റമില്ലാത്തവരല്ല. നമുക്കൊക്കെ ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് കുറവുകളുണ്ട്. നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ ആലോചനകളിൽ, നമ്മുടെ സമീപനങ്ങളിൽ, വ്യക്തി ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിലൊക്കെ വീഴ്ചകളുണ്ട്.
നമ്മോട് ക്ഷമിക്കുന്നവനായ കാരുണ്യവനായ ദൈവത്തിന്റെ സന്നിധിയിൽ ആ കുറവുകളൊക്കെ നമുക്ക് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാം. കർത്താവേ, എൻ്റെ കുറവുകൾ എന്നോട് പൊറുക്കണമേ. എൻ്റെ കുറവുകൾ എൻ്റെ ജീവിതത്തിന് അനുഗ്രഹത്തിന് തടസ്സമാകരുതേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമ്പൂർണ്ണമായിട്ട് ഭരമേൽപ്പിക്കാം. ഒരു വർഷക്കാലം കൊണ്ട് ദൈവം നമ്മെ സഭയായിട്ട് നടത്തി പരിപാലിച്ചു. നമ്മുടെ വലുതും ചെറുതുമായ ആവശ്യങ്ങളിലൊക്കെ ദൈവം നമ്മോട് കൂടെ ഇരുന്നു. ആ വലിയ കൃപയ്ക്കായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ ശുശ്രൂഷകളെ എല്ലാം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ ആരാധനകൾ, നമ്മുടെ കൂട്ടങ്ങൾ, നമ്മുടെ കൂട്ടായ്മകൾ, പ്രാർത്ഥനകൾ എല്ലാം ദൈവനാമ മഹത്വത്തിനായി തീരുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ആരാധനകളിലൂടെ, ശുശ്രൂഷകളിലൂടെ ഒക്കെ നമ്മുടെ ആത്മീയ ജീവിതം, വിശ്വാസ ജീവിതം കൂടുതൽ ശക്തിപ്പെടുവാൻ കർത്താവ് സഹായിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കും. പേരിന് വേണ്ടിയിട്ടും പ്രശസ്തിക്ക് വേണ്ടിയിട്ടുമല്ല, മറിച്ച് പരിപൂർണമായ വിശ്വാസത്തിൽ നമ്മുടെ ആരാധനകളെ അർപ്പിക്കുവാൻ കർത്താവ് ഒരുക്കണമേ. നമ്മുടെ ആലയം, നമ്മുടെ സഭ അത്തരത്തിൽ രൂപാന്തരപ്പെടുവാൻ ദൈവം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. സഭയിലെ എല്ലാ കുടുംബങ്ങളെയും നമുക്ക് ഓർത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈ ദേശത്തിന്റെ പല ഇടങ്ങളിലായിട്ട് ദൈവം നമ്മെ ആക്കിയിരിക്കുന്നുണ്ട് കുടുംബങ്ങളായിട്ട്. നമ്മുടെ കുടുംബങ്ങളുടെ എല്ലാം അനുഗ്രഹത്തിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്വന്തമായിട്ട് ഭവനമില്ലാത്തവരുണ്ട്. അവർക്കൊക്കെ സ്വന്തം ഭവനങ്ങളൊക്കെ ഉണ്ടാകുവാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. അതിനു വേണ്ടിയൊക്കെ ആഗ്രഹിക്കുന്നവർ, പ്രാർത്ഥിക്കുന്നവർ, ഒരുങ്ങുന്നവരുണ്ട്. അവർക്ക് ആവശ്യമായ എല്ലാ അനുകൂലമായ സാഹചര്യങ്ങളും ദൈവം ഒരുക്കി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. സാമ്പത്തികമായ ക്ലേശങ്ങളൊക്കെ അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരെ പ്രത്യേകം നമുക്ക് ഓർക്കാം. ഒരുപക്ഷെ നമ്മളെല്ലാവരും പുറമേ കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നുമ്പോഴും നമുക്ക് നമ്മുടേതായ പ്രയാസങ്ങളുണ്ട്, നമ്മുടേതായ ആവശ്യങ്ങളുണ്ട്. ഒരുപക്ഷെ അതിൽ നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഉണ്ടാവാം. അങ്ങനെ സാമ്പത്തിക ക്ലേശങ്ങളോ ബുദ്ധിമുട്ടുകളോ അനുഭവിക്കുന്ന നമ്മുടെ പ്രിയ സഹോദരങ്ങളെ, കുടുംബങ്ങളെ പ്രത്യേകം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. കുടുംബ ജീവിതത്തില് പ്രയാസങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാനും ക്ഷമിക്കാനും പൊറുക്കാനും സഹിക്കാനും കരുതുവാനും ഒക്കെ പ്രയാസപ്പെടുന്നവരുണ്ട്. ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ, മാതാപിതാക്കളും കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ, ഇൻലോസുമായിട്ടുള്ള ബന്ധങ്ങളിൽ, അയൽപ്പക്കക്കാരുമായി, സഹവിശ്വാസികളുമായി, അങ്ങനെ പല തരത്തിൽ റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് അനുഭവിക്കുന്നവരെ നമുക്ക് ഓർക്കാം. ബന്ധങ്ങളുടെ തകർച്ച അതൊരു പരീക്ഷണമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം അത് കേട്ടു. പിശാച് നമ്മുടെ ബന്ധങ്ങളെ തകർക്കും. നമ്മുടെ ജീവിതത്തിൽ പിശാചിന് ഇടം കൊടുക്കാതെ വണ്ണം നമ്മുടെ കുടുംബ ബന്ധങ്ങളെ, സ്നേഹബന്ധങ്ങളെ, രക്തബന്ധങ്ങളെ, സൗഹൃദങ്ങളെ ഒക്കെ സൂക്ഷിപ്പാൻ കർത്താവ് സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളെ കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ജീവിതത്തിൽ താളം കണ്ടെത്താൻ കഷ്ടപ്പെടുന്ന കുഞ്ഞുങ്ങളുണ്ട്. നമ്മളൊക്കെ മാതാപിതാക്കളൊക്കെ ആഗ്രഹിക്കുന്നത് പോലെ, ചിന്തിക്കുന്നത് പോലെ, സ്വപ്നം കാണുന്നത് പോലെയൊക്കെ ആയിത്തീരാൻ കഴിയാതെ പോകുന്നവരുണ്ട്. കുഞ്ഞുങ്ങളെ കുറിച്ചൊക്കെ പ്രയാസപ്പെടുന്നവർക്ക് വേണ്ടി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയിലെ പ്രായമായ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ നമുക്ക് ഭരമേൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവം അവർക്കൊക്കെ വേണ്ട ആരോഗ്യവും ബലവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. തങ്കമ്മ കോശി ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ചെറിയാൻ അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കാം. കേസി ചെറിയാൻ അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഓമന ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സാലി ആന്റിക്ക് വേണ്ടി, സാലി അലക്സ് ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. തോമസ് ജോൺ അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കാം. ചാച്ചിയമ്മ ആന്റിക്ക് വേണ്ടിയിട്ടും ഫിലിപ്പ് അങ്കിളിന് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. സാറാമ്മ കുര്യൻ ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ലില്ലി ആന്റിക്ക് വേണ്ടിയിട്ടും കുരുവിള അങ്കിളിന് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം.
ജേക്കബ് അങ്കിളിന് വേണ്ടിയും അന്നമ്മ ആന്റിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. തങ്കം എഡ്വിൻ ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അന്നമ്മ ഉമ്മൻ ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അന്നമ്മ കോശി ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ശാരീരികമായ പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരെ നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് ലിസി ആന്റിക്ക് വേണ്ടിയിട്ട്, ഷമലൂട്ടി അങ്കിളിന് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. ചാക്കോ ജോർജ് അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കാം. റോയി അങ്കിളിന് വേണ്ടിയിട്ടും പുഷ്പ ആന്റിക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. മറിയാമ്മ എബ്രഹാം ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സുശീൽ ആന്റിക്ക് വേണ്ടിയും രഞ്ജിത്ത് അങ്കിളിന് വേണ്ടിയും പ്രാർത്ഥിക്കാം. പ്രതിഭ ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. രാജൻ ജോൺ അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കാം. ജെസ്സി തോമസ് ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ സഭാംഗമായിരിക്കുന്ന ഷീജയുടെ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ മാതാവിന് വേണ്ടിയും പ്രാർത്ഥിക്കാം. നമ്മുടെ അറിവിൽപ്പെട്ടുള്ള മറ്റ് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ, രോഗാവസ്ഥയിലായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ആരുടെയെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ നമുക്കൊരു നിമിഷം ഓർത്ത് പ്രാർത്ഥിക്കാം. മറ്റ് പലവിധമായ രോഗാവസ്ഥയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി വിശേഷാൽ പ്രാർത്ഥിക്കാം. പല ചികിത്സയിലൂടെ കടന്നു പോകുന്നവരെ പ്രത്യേകം നമുക്ക് ഓർക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവര് പല സ്ഥലങ്ങളില് നിരവധിയായ രോഗങ്ങളാല്, ശാരീരികമായ ബുദ്ധിമുട്ടുകളാലൊക്കെ ഭാരപ്പെടുന്നുണ്ട്. അവരെ പ്രത്യേകം നമുക്ക് ഓർക്കാം. ദൈവം നമ്മുടെ പ്രിയപ്പെട്ടവരോട് മനസ്സലിവ് തോന്നണമേ, അവർക്കൊക്കെ വേണ്ട സൗഖ്യവും ആശ്വാസവും കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഭരമേൽപ്പിക്കാം. കൊച്ചു ക്ലാസ്സുകളിൽ പഠനമൊക്കെ, പരീക്ഷയൊക്കെ എഴുതുന്നവര്, ക്ലാസ്സുകൾ പരീക്ഷയൊക്കെ കഴിഞ്ഞ് പുതിയ അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന കുഞ്ഞുങ്ങള്, 10ാം ക്ലാസ്സിന്റെ പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങള്, 12ാം ക്ലാസ്സിന്റെ പരീക്ഷ എഴുതി കഴിഞ്ഞ കുഞ്ഞുങ്ങള്, എൻട്രൻസ് എക്സാമിന് വേണ്ടി ഒരുങ്ങുന്നവർ, എൻട്രൻസ് എക്സാം എഴുതി കഴിഞ്ഞവർ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, ഡിഗ്രിക്ക് വേണ്ടി, ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടൊക്കെ പരിശ്രമിക്കുന്നവർ, ഡിഗ്രി തലങ്ങളിലൊക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, വിദേശങ്ങളിലും ഭാരതത്തിന്റെ പല നഗരങ്ങളിലും ഒക്കെ പഠനത്തിലും ഒക്കെ ആയിരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം, പഠിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും നമുക്ക് ഓർക്കാം. ദൈവം അവരുടെ പഠന ജീവിതത്തെ അനുഗ്രഹിക്കണമേ, നന്മകളാലൊക്കെ നിറയ്ക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പഠനമൊക്കെ കഴിഞ്ഞ് ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളെ പ്രത്യേകം ഓർക്കാം. തക്കതായ ഉപജീവന മാർഗമൊക്കെ ദൈവം അവർക്ക് തുറന്നു കൊടുക്കണമേ, ദൈവം അവരെ ആശീർവദിക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. വിവാഹപ്രായമെത്തിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വിശേഷാല് നമുക്ക് പ്രാർത്ഥിക്കാം. അവരെ കുടുംബജീവിതത്തിനായിട്ട് ദൈവം ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. തക്കതായ ജീവിത പങ്കാളികളെ ദൈവം അവർക്ക് ഒരുക്കി കൊടുക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് നമ്മളോട് ഈ നാളുകളിലൊക്കെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകം അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെയൊക്കെ നമുക്ക് ഓർക്കാം. വിവാഹത്തിനായിട്ട് ഒരുങ്ങുന്ന പ്രിയ അഭിലാഷിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അഭിലാഷിന് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന ഡയാനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവരുടെ വിവാഹം ഏപ്രിൽ 26-ന് ഒക്കെ നടത്തുവാനായിട്ടൊക്കെ ആഗ്രഹിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന്റെ വലിയ കൃപ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം.
വിവാഹം ഒരു ചെറിയ കാര്യമല്ല. ഒരുപാട് ഒരുക്കങ്ങളുണ്ട്, സാമ്പത്തിക ആവശ്യങ്ങളുണ്ട്, പ്രയത്നങ്ങളൊക്കെ ആവശ്യമാണ്. ആ കാര്യങ്ങളൊക്കെ ചെയ്യുവാനായിട്ട് ആ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ യങ് കപ്പിൾസിന് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. നമ്മുടെ ചെറുപ്പക്കാരായിട്ടുള്ള കുടുംബങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കണമേ. അവരുടെ ജോലി കാര്യങ്ങളിൽ, അവരുടെ കുടുംബ ജീവിതത്തിൽ, അവരുടെ വ്യക്തിപരമായ ആവശ്യത്തിൽ, പരസ്പര ബന്ധത്തിൽ, കുഞ്ഞുങ്ങളെ വളർത്തുന്നതിലെല്ലാം ദൈവത്തിന്റെ വലിയ നടത്തിപ്പും കൃപകളും അനുഭവിപ്പാൻ അവരെ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. വർക്ക് പ്രഷറൊക്കെ ഉണ്ട്, ജോലിയെക്കുറിച്ചുള്ള ആശങ്കകളുണ്ട്. അവരെല്ലാം ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ഇല്ലാത്ത കുടുംബങ്ങളെ പ്രത്യേകം നമുക്ക് ഓർക്കാം. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന കുടുംബങ്ങൾ. ദൈവം തലമുറകളെ തരുന്ന ദൈവമാണ് നമുക്ക് മക്കളെ തരുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ സമയത്ത് തലമുറകളെ നൽകി ദൈവം അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. നമ്മുടെ സഭയിലെ പിഞ്ചു പൈതങ്ങളെല്ലാം നമുക്ക് ഓർക്കാം. ആശിഷിന്റെയും നിവയുടെയും മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആശിഷിന്റെയും മേരിയുടെയും മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. റോണിയുടെയും റിൻസിയുടെയും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ജീവയുടെയും ജിക്കുവിന്റെയും മകന് വേണ്ടി പ്രാർത്ഥിക്കാം. ആ കുഞ്ഞുങ്ങളുടെ ഒക്കെ വളർച്ചയിലൊക്കെ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം അവരെ നല്ല ആരോഗ്യത്തോടെ ബലത്തോടെ വളർത്തുവാൻ മാതാപിതാക്കളെ എല്ലാം ദൈവം ഒരുക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. സെപ്പറേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങളെ, സിംഗിൾ ആയിട്ടുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും നമുക്ക് ഓർക്കാം. ദൈവം അവരെ അനുഗ്രഹത്തോടെ മുൻപോട്ട് നയിക്കണമേ, നടത്തണമേ എന്ന് പ്രാർത്ഥിക്കും. കുഞ്ഞുങ്ങളൊന്നും സങ്കടപ്പെടാതെ, വിഷമിക്കാതെ ദൈവം അവർക്ക് വേണ്ടി ഒരുക്കുന്ന നന്മകളിലൊക്കെ പ്രവേശിച്ച് മുൻപോട്ട് സന്തോഷത്തോടെ ജീവിപ്പാൻ ദൈവം പ്രിയ മക്കളെ സഹായിക്കണമേ. അവരുടെ വൈകാരികവും മാനസികവുമായിട്ടുള്ള വിഷമങ്ങളെ ഒക്കെ അതിജീവിപ്പാൻ അവരെ ദൈവം സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അങ്ങനെ നമ്മളുമായി ബന്ധപ്പെട്ട, പ്രത്യേകിച്ച് നമ്മുടെ വിവിധ നിലകളിൽ ജോലിയിലായിരിക്കുന്ന നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർക്കാം. ഹസ്ബൻഡും വൈഫും ജോലി ചെയ്യുന്നവരുണ്ട്, ഹസ്ബൻഡ് മാത്രം ജോലി ചെയ്യുന്നവരുണ്ട്. ജോലി നാളുകളിൽ നമുക്കൊരാവശ്യമാണല്ലോ. നമ്മുടെ ജോലികളെയും ജോലി സ്ഥലങ്ങളെയും ജോലിയിടങ്ങളെയും എല്ലാം നമുക്ക് ഓർക്കാം. സ്വന്തമായിട്ടൊക്കെ ബിസിനസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടും ഒക്കെ പ്രാർത്ഥിക്കാം. പ്രതിസന്ധികളൊന്നും കൂടാതെ ദൈവം അവരെയൊക്കെ അനുഗ്രഹിച്ച് മുൻപോട്ട് നടത്തണമേ എന്ന് പ്രാർത്ഥിക്കും. നമ്മുടെ വ്യക്തിപരമായ സമാധാനത്തിന് വേണ്ടി, അനുഗ്രഹത്തിന് വേണ്ടി, വിടുതലിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെ അലട്ടുന്ന പ്രശ്നങ്ങൾ, നമ്മുടെ വേദനകൾ, നമ്മുടെ ദുഃഖങ്ങൾ, നമ്മുടെ സങ്കടങ്ങളെല്ലാം നമുക്ക് ദൈവകരങ്ങളിൽ, ദൈവസന്നദ്ധിയിൽ ഫലമേൽപ്പിക്കാം. നമ്മുടെ ആവശ്യങ്ങളെല്ലാം നമുക്ക് ഒരു നിമിഷം ഓർക്കാം. നമ്മുടെ സഭയിലെ ശുശ്രൂഷകളെയൊക്കെ ഓർക്കാം. പ്രത്യേകിച്ച് നമ്മുടെ പുതിയ ദേവാലയം പണി കഴിപ്പിച്ചിട്ട് 3 വർഷമാവുകയാണ്. 3rd ആനിവേഴ്സറി ആണ് അടുത്ത മാസം. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങളും ശുശ്രൂഷകളും എല്ലാം അനുഗ്രഹമാകണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മളൊരു നോമ്പ് നാളിലൂടെ കടന്നു പോവുകയാണ്. ഗുഡ് ഫ്രൈഡേ, ഈസ്റ്റർ, അതുപോലെയുള്ള ശുശ്രൂഷകളൊക്കെ കടന്നു വരുന്നു. ആ ദിവസങ്ങളിലെ ശുശ്രൂഷകളുടെ ഒക്കെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഞായറാഴ്ചത്തെ വിശുദ്ധ ആരാധനയുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ സാറ്റലൈറ്റ് വർഷിപ്പിന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഹൈടെക് സിറ്റി ഏരിയയിലുള്ള എല്ലാ കുടുംബങ്ങളെയും ഓർക്കാം. അവരൊക്കെ ഒരുമിച്ച് കൂടി ഐക്യതയിൽ ഒരു ആരാധനാ സമൂഹമായി, ഒരു സഭയായി നാളെ
രൂപപ്പെടുവാനായിട്ടുള്ള ദൈവകൃപ ലഭിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയുടെ സംഘടനകളെല്ലാം നമുക്ക് ഓർക്കാം. സൺഡേ സ്കൂളിന് വേണ്ടി പ്രാർത്ഥിക്കാം, യുവജന പ്രസ്ഥാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, കൊയറിന് വേണ്ടി പ്രാർത്ഥിക്കാം, വിമൻസ് ഫെലോഷിപ്പിന് വേണ്ടി പ്രാർത്ഥിക്കാം, ലേറ്റി ഫെലോഷിപ്പിന് വേണ്ടി പ്രാർത്ഥിക്കാം, യങ് കപ്പിൾസ് ഫെലോഷിപ്പിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയുടെ പ്രവർത്തനങ്ങളെ ഒക്കെ ക്രോഡീകരിക്കുന്ന ചർച്ച് കമ്മിറ്റിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ ദേവാലയത്തിന്റെ ആത്മീയവും ഭൗതികവുമായ ആവശ്യങ്ങളെ എല്ലാം നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. CSI സഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നേതൃത്വമില്ലാതെ കഷ്ടതയിലായിരിക്കുന്ന ഒരു ജനം, നമ്മുടെ സഭ കേസും വഴക്കുമൊക്കെ അവസാനിച്ച് സമാധാനത്തോടെ മുൻപോട്ട് ജീവിപ്പാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കാം. മേഡക് ഡയസിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയിലെ ബിഷപ്പന്മാർക്ക് വേണ്ടി, പട്ടക്കാർക്ക് വേണ്ടി, ശുശ്രൂഷകർക്ക് വേണ്ടി, സിസ്റ്റേഴ്സിന് വേണ്ടി, മിഷണറിമാർക്ക് വേണ്ടി, സന്നദ്ധ പ്രവർത്തകർക്ക് വേണ്ടി ഒക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് സഭയുടെ എല്ലാ മിഷൻ വയൽ പ്രദേശങ്ങളെയും നമുക്ക് ഓർക്കാം. ദൈവം അവരെല്ലാം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഭരണകർത്താക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമ്മളെല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഭരമേൽപ്പിക്കാം. നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ ഭാരങ്ങൾ, നമ്മുടെ പ്രയാസങ്ങളെല്ലാം ദൈവസന്നിധിയിൽ നമുക്ക് ഓർക്കാം. വിട്ടുപോയ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ, നമ്മളോട് ആരെങ്കിലും പ്രാർത്ഥനകൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെല്ലാം നമുക്ക് ഓർക്കാം. എല്ലാ വിഷയങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ സുഷയാൻഡി നമ്മളെ പ്രാർത്ഥനയിൽ നയിക്കും. അച്ഛാ കേൾക്കാമല്ലോ? കേൾക്കാം ആൻഡി. യെസ്. സ്തോത്രം പിതാവേ, നന്ദിയോട് ഞങ്ങളെ സ്തുതിച്ചും കൊണ്ട് സ്തോത്രം ചെയ്തുകൊണ്ട് കർത്താവെ, അവിടുത്തെ സന്നിധിയിലേക്ക് അടിയങ്ങൾ കടന്നു വരുന്നു. കർത്താവെ, അടിയങ്ങളുടെ കുറവുകളും ബലഹീനതകളും ഒക്കെയും ക്ഷമിക്കുന്നതിനായി ദൈവമേ അങ്ങേ പാദപിടുത്തത്തിലേക്ക് സഭയായി അടിയങ്ങളെ സമർപ്പിക്കുന്നു. ദൈവമേ, അവിടുത്തെ വാഗ്ദത്തങ്ങൾക്കായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. അനുപൂർവമായി മാനസാന്തരത്തോടും സത്യവിശ്വാസത്തോടും അവിടുത്തെ സന്നിധിയിലേക്ക് വരുമ്പോൾ അടിയങ്ങളുടെ സർവ്വ കുറവുകളും ബലഹീനതകളും ക്ഷമിച്ച് ഞങ്ങളെ ഞങ്ങളുടെ മക്കളായി തീർത്ത കൃപയ്ക്കായി സ്തോത്രം. ആ മകൾ സ്നേഹത്തിനായി നന്ദിയോട് സ്തുതിക്കുന്നു പിതാവേ. അപ്പാ പിതാവേ എന്ന് ധൈര്യത്തോടെ വിളിച്ചുകൊണ്ട് പാദപീഠത്തിലേക്ക് സഭയായി ഞങ്ങൾ കടന്നു വരുന്നപ്പാ, അവിടുത്തെ വിശുദ്ധിയിൽ അടിയങ്ങളെ നോക്കുമ്പോൾ വെറും കരണ്ട തുണികളാണെങ്കിലും അങ്ങയുടെ കൃപയിൽ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ, പരിശുദ്ധ രക്തത്താൽ ഞങ്ങളെ കഴുകി ശുദ്ധീകരിച്ച് ഓരോ ദിവസവും ഞങ്ങളെ നേർവഴിക്ക് നടത്തുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങേക്ക് പ്രസാദമാകും വണ്ണം പ്രാർത്ഥിക്കുവാൻ സഹായിക്കണമേ. അങ്ങയുടെ വചനം അനുസരിച്ച് ഈ ലോകത്തിൽ വിജയകരമായി ജീവിക്കുവാൻ സഭയായി ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ അച്ഛനും കുടുംബത്തിനുമായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കേൾക്കുന്ന വചനങ്ങളും പ്രാർത്ഥനകളും ചർച്ചിലെ ഓരോ കുടുംബത്തിനും വ്യക്തികൾക്കും അനുഗ്രഹമായി തീർക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വചനം ഞങ്ങളെ ശുദ്ധീകരിക്കുവാനും പാപത്തിൽ നിന്നും, ശാപത്തിൽ നിന്നും, രോഗത്തിൽ നിന്നും വിടുതൽ ലഭിച്ച് നിത്യജീവൻ അവകാശികളായി തീരുവാൻ ദൈവമേ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സഭയായി ഞങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും സഹകരണവും അച്ഛനും കുടുംബത്തിനും ഏറ്റവും അനുഗ്രഹമായി തീരണമേ എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഞങ്ങളുടെ ചർച്ചിലെ എല്ലാ കുടുംബങ്ങളെയും വ്യക്തികളെയും കർത്താവേ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ ഓർത്തു പ്രാർത്ഥിക്കുന്നു. ഒരു ആലയം ഞങ്ങൾക്ക് തന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. പിതാവേ, സ്തോത്രം ചെയ്യുന്നു. നാളത്തെ ആരാധനയ്ക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഏറ്റവും അനുഗ്രഹമായി കേൾക്കുന്ന വചനങ്ങൾ കർത്താവേ ഉള്ളത്തിൽ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഓരോ ഹൃദയങ്ങളെയും അവിടുന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പ്രായത്തിൻ്റെതായ ക്ഷീണം, രോഗത്തിന്റെ കഷ്ടപ്പാട്, തനിച്ചായി പോയവർ എല്ലാവരെയും ഞങ്ങൾ ഓർത്തു പ്രാർത്ഥിക്കുന്നു. പിതാവേ, രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് അങ്ങയുടെ അടിപ്പിണരാൽ സൗഖ്യം നൽകണമേ. ഏതുവിധ രോഗമായാലും
സൗഖ്യം ഞങ്ങളുടെ അവകാശവും അവിടുത്തെ ദാനവുമാകിയാൽ അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. പൂർണ്ണ വിശ്വാസത്തോടെ അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സൗഖ്യദായകനെ, രോഗികളുടെ കരുണ തോന്നണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു പിതാവേ. ജീവിതത്തിന്റെ ഏതവസ്ഥയിൽ കൂടെ കടന്നുപോയാലും യഹോവയെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് അവിടുന്ന് സമീപസ്ഥനാകിയാൽ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരും മനുഷ്യരിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കുന്നവരായി തീരണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു കർത്താവേ. യഹോവയിൽ ആശ്രയിക്കുന്നവരെ തൻ്റെ ദയ ചുറ്റിക്കൊള്ളും. യഹോവ നമ്മുടെ സങ്കേതവും കോട്ടയും കഷ്ടങ്ങളിൽ നല്ല തുണയുമാകുന്നു. നന്ദി പിതാവേ. ഒരനർത്ഥവും ഭവിക്കാതെ ഞങ്ങളെ ഓരോരുത്തരെയും ഇത്രത്തോളം കാത്തതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. മുന്നോട്ടും ഞങ്ങളുടെ ജീവിതത്തിൽ അപ്പൊ അവിടുന്ന് കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവേ, അവിടുന്ന് തലമുറയായി ഞങ്ങളുടെ സങ്കേതവും കോട്ടയുമാകിയാൽ സ്തോത്രം. അപ്പൊ ഞങ്ങളുടെ തലമുറകളെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഇവിടെ ഹൈദരാബാദിലും ഉള്ള കുഞ്ഞുങ്ങളെ, വിദേശത്ത് ആയിട്ടുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഇന്ത്യയുടെ പല സ്റ്റേറ്റുകളിലായിട്ടുള്ള ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, ഞങ്ങളുടെ മക്കളെയും ചെറുമക്കളെയും വ്യക്തികളായും കുടുംബങ്ങളായും കർത്താവെ അവിടുത്തെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു കർത്താവെ. ഹയർ സ്റ്റഡി ചെയ്യുന്ന കുഞ്ഞുങ്ങളുണ്ട്, ജോലി ചെയ്യുന്ന കുഞ്ഞുങ്ങളുണ്ട്, ഫാമിലിയായി കഴിയുന്ന കുഞ്ഞുങ്ങളുണ്ട്. എല്ലാവരെയും പാദപീഠത്തിങ്കൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവേ. അവരെല്ലാം അവിടുന്ന് കാത്തുകൊള്ളണമേ, കരുതിക്കൊള്ളണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഈ ലോകത്തിന്റെ മുഖത്തിന്റെ പുറകെ ഓടുന്നവരായി തീരരുതേ. അവർക്ക് ജീവിക്കുവാൻ വേണ്ടുന്ന എല്ലാ നന്മകളാലും നിറച്ച് അവിടുത്തെ സ്നേഹത്തിൽ ദൈവവിശ്വാസത്തിൽ ജീവിക്കുവാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ എല്ലാം അവിടുന്ന് സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. സർവ്വലോകവും നേടിയാലും വിലമതിക്കാത്ത ആത്മാവിനെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഒന്നും നഷ്ടമായി പോവാൻ, ഞങ്ങളുടെ ഏതും നഷ്ടമായി പോകുവാൻ അവിടുന്ന് ഇടയാക്കരുതേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവേ. വിദ്യാഭ്യാസം ചെയ്യുന്ന കുഞ്ഞുങ്ങളുണ്ട്, ജോലി ചെയ്യുന്ന കുഞ്ഞുങ്ങളുണ്ട്, ജോലിക്കായി അന്വേഷിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് പിതാവേ. ജോലി മേഖലകളിൽ ടെൻഷൻ അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, ഹയർ സ്റ്റഡീസിനായി അതിന്റെ അഡ്മിഷനായി ഒക്കെയും കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ. എക്സാം കഴിഞ്ഞ് റിസൾട്ടിനായി കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ, വിവാഹപ്രായമായ കുഞ്ഞുങ്ങൾ, വിവാഹം കഴിഞ്ഞ കുഞ്ഞുങ്ങൾ, കുടുംബജീവിതം നയിക്കുന്ന കുഞ്ഞുങ്ങൾ, സെപ്പറേറ്റ് ആയി കഴിയുന്ന ഞങ്ങളുടെ മക്കൾ, തലമുറ, അവരെയൊക്കെയും കർത്താവെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹത്തിനായി ഒരുങ്ങുന്ന അഭിലാഷിനെയും കർത്താവെ തനിക്ക് തുണയായി ദൈവം തിരഞ്ഞെടുത്തു കർത്താവെ ഡയാനെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കർത്താവെ. വിവാഹത്തിന്റെ ഒരുക്കങ്ങൾ നടക്കുമ്പോൾ സർവശക്തനെ അങ്ങ് സ്ഥാപിച്ചതാണ് വിവാഹം കർത്താവെ. കുഞ്ഞുങ്ങളോട് എല്ലാ പ്രിപ്പറേഷനിലും കർത്താവെ ആത്മീയമായും കർത്താവെ ഭൗമികമായിട്ടുള്ള എല്ലാ നന്മകളെയും നൽകി കുഞ്ഞുങ്ങളെ നീ അനുഗ്രഹിച്ച് ഞങ്ങളുടെ സഭയിൽ കുടുംബമായിട്ട് അവരെ ചേർക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നവരുടെ എല്ലാ ആവശ്യങ്ങളുടെ മേലും കൂടെ ഇരുന്ന് സഹായിക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ. ദൈവമേ, തലമുറയ്ക്കായി ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളുണ്ടപ്പാ കർത്താവെ. ഉദരഫലം യഹോവ നൽകുന്ന അനുഗ്രഹമാകുന്നു കർത്താവെ. സ്തോത്രം കർത്താവെ. ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കർത്താവെ ഉദരഫലത്തെ നൽകി അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തലമുറ നൽകി അനുഗ്രഹിച്ചിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു കർത്താവെ. അവരുടെ മക്കളെ ദൈവഭയത്തിലും ദൈവസ്നേഹത്തിലും വളർത്തിയെടുക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ എല്ലാം അവിടുന്ന് സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. പിതാവേ, ഞങ്ങളുടെ ചർച്ചിനെയും അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. എല്ലാ പ്രവർത്തനവും ദൈവസ്നേഹത്തിൽ അങ്ങയുടെ നാമമഹത്വത്തിനായിട്ട് തീർക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ചർച്ച് കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സമർപ്പിക്കുന്നു കർത്താവെ. കൊയറില് പ്രവർത്തിക്കുന്ന എല്ലാവരും, അതിന്റെ ലീഡേഴ്സ് ആയിട്ടുള്ളവര് എല്ലാം കർത്താവെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കർത്താവെ. യൂത്ത് ഫെലോഷിപ്പിനെ ഞങ്ങൾ ഓർക്കുന്നു, യങ് കപ്പിൾ ഫെലോഷിപ്പിനെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വുമൻസ് ഫെലോഷിപ്പിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, സൺഡേ സ്കൂളിനെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരെ പഠിപ്പിക്കുന്ന എല്ലാ ടീച്ചേഴ്സിനെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാം ദൈവനാമ മഹത്വത്തിനും ഞങ്ങൾ ഓരോരുത്തരും അവിടുത്തെ സന്നിധിയിൽ കൂടുതൽ കൂടുതൽ ശോഭിക്കുവാനും കർത്താവെ അങ്ങയുടെ ഹിതപ്രകാരം ജീവിക്കുവാൻ തക്കവണ്ണം വചനങ്ങളെ ഒക്കെ കർത്താവെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ കർത്താവെ ടീച്ചേഴ്സിനെ എല്ലാം അവിടുന്ന് സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, ഞങ്ങളുടെ CSI മഹായിടവയെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. വളരെ ദർശനത്തോടുകൂടി ഞങ്ങളുടെ പിതാക്കന്മാർ തുടങ്ങിയ ഒരു സഭയാണ് കർത്താവെ. എന്നതിന്റെ അവസ്ഥ
അപ്പൻ മാത്രം അറിയുന്ന കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. സഭാമേലധ്യക്ഷന്മാരുടെ ഹൃദയങ്ങളോടൊക്കെ കർത്താവേ അവിടുത്തെ പരിശുദ്ധാത്മാവ് അവിടുന്ന് ഇടപെടണം കർത്താവേ. ഈ ലോകത്തിൽ എന്തിനു വേണ്ടി സഭ സ്ഥാപിച്ചു, ഈ കർത്താവേ അതിന്റെ പ്രവർത്തനങ്ങൾ കർത്താവെ ഇവരൊക്കെയും ഒന്ന് മനം തിരിഞ്ഞ് ദൈവസന്നിധിയിലേക്ക് അന്ത്യനാളുകളൊക്കെയും അടുത്തിരിക്കുന്ന ഈ സമയത്ത് സഭയായി പ്രവർത്തിക്കുവാൻ കർത്താവെ എല്ലാവരും അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അച്ഛന്മാരെ ഞങ്ങൾ ഓർക്കുന്നു, മോഡറേറ്റർമാര്, കർത്താവെ ബിഷപ്പന്മാര്, വൈദിക സെമിനാരികൾ, സുശേഷ സംഘങ്ങൾ, ആശ്രമങ്ങൾ, സിസ്റ്റർഹുഡ്, മിഷൻ പ്രവർത്തനങ്ങൾ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പുണ്യപിതാവേ, ഇതൊക്കെ ദൈവനാമ മഹത്വത്തിന് കർത്താവെ സ്വയം പുകഴ്ചയ്ക്കോ സാമ്പത്തിക കർത്താവെ ലാഭത്തിനോ വേണ്ടി ആക്കി തീർക്കാതെ എല്ലാം കർത്താവെ അവിടുന്ന് കർത്താവെ ദൈവമേ അവിടുന്ന് കർത്താവെ കൽപ്പിച്ചതുപോലെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും സ്വർഗീയ സുവിശേഷം, സ്വർഗരാജ്യത്തെ സുവിശേഷം അറിയിക്കുന്നവരും കർത്താവെ ഒരു സഭയായി ഞങ്ങളുടെ സഭയെ എത്രയും വേഗം തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ലോകസമാധാനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ ഓരോ ന്യൂസുകളും കാര്യങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ കർത്താവെ ഞങ്ങൾക്ക് വേദനയോടെ നിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാനും പ്രാർത്ഥിക്കുവാനും അല്ലാതെ ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ പറ്റത്തില്ലല്ലോ പിതാവേ. എന്റെ കർത്താവെ, കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവെ ഇവിടെ ആയിരുന്ന അച്ഛന്മാരെ അവരുടെ കുടുംബങ്ങളെയും ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങളെ ശുശ്രൂഷിച്ച സർവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാം ഈ ലോകത്തിൽ എല്ലാവരും ഈ ലോകത്തിൽ വിശ്വസ്തയോടും ദൈവത്തെ സ്നേഹിച്ചും സേവിച്ചും അവിടുത്തെ സന്നിധിയിൽ നിത്യാനന്ദം അനുഭവിക്കുവാൻ സഹായിക്കണമേ. ഞങ്ങളെ ഓരോരുത്തരെയും അതിനായിട്ട് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രാർത്ഥിക്കുവാൻ പറഞ്ഞ പല വിഷയങ്ങളും കർത്താവെ ദൈവമേ പറയുവാനായിട്ടും കർത്താവെ മറന്നുപോയിട്ടുണ്ടെങ്കിൽ സർവ്വ വിഷയങ്ങളെയും അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്ന കർത്താവെ. ഞങ്ങളുടെ ഹൃദയങ്ങളെയും ഹൃദയഭാരങ്ങളെയും അറിയുന്ന ദൈവമേ എല്ലാ പ്രിയപ്പെട്ടവരെയും സമർപ്പിക്കുന്ന കർത്താവെ. അങ്ങ് തരുന്ന സമാധാനമാണ് ഞങ്ങളുടെ സമാധാനം കർത്താവെ. ഞങ്ങളുടെ ചർച്ചിന് ദൈവ കർത്താവെ അങ്ങയാൽ കർത്താവെ അനുഗ്രഹിച്ച് സ്വർഗീയ സമാധാനം കൊണ്ട് ദൈവമേ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ അല്പസമയം ഞങ്ങളുടെ പരാതികളും ഞങ്ങളുടെ ആവശ്യങ്ങളും ഒക്കെ അപ്പൊ അവിടുത്തെ സന്നിധിയിൽ വിശ്വാസത്തോടെ ഞങ്ങൾ സമർപ്പിക്കുവാൻ തന്ന കൃപയ്ക്കായി സ്തോത്രം അപ്പ. പ്രാർത്ഥനയിൽ വന്നുപോയ കുറവുകള് എല്ലാം അവിടുന്ന് ക്ഷമിക്കണമേ. എല്ലാം അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ യാചിക്കുന്നു. കൃപ തോന്നി കർത്താവെ ഞങ്ങൾക്ക് ഉത്തരമരുളണമേ. ആമേൻ. സ്തോത്രം സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹീതമായ ഈ പകൽക്കാലം നമ്മുടെ പതിവായുള്ള റെഗുലറായുള്ള ഫ്രൈഡേ ഓൺലൈൻ പ്രയറിൽ പങ്കെടുക്കുന്ന നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. നമ്മള് സഭയായിട്ട് നമ്മളെല്ലാം അറിയുന്നത് പോലെ നോമ്പ് നാളുകളിലൂടെയാണല്ലോ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നോമ്പ് നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുവാനും നമ്മളെ തന്നെ വിശ്വാസത്തോടുകൂടെ വീണ്ടെടുക്കുവാനുമുള്ള ഒരു സമയമാണ്. ലെൻഡ് ഈസ് എ ടൈം ഓഫ് സെൽഫ് റിഡംഷൻ എന്ന് പറയാറുണ്ട്. സാധാരണ നമുക്കറിയാം, നമ്മുടെ വിശ്വാസം അനുസരിച്ച്, ക്രിസ്തീയ പഠിപ്പിക്കൽ അനുസരിച്ച് ദൈവമാണ് നമ്മളെ വീണ്ടെടുക്കുന്നത്. ഗോഡ് റെഡീമസ്. ലോകത്തെ വീണ്ടെടുക്കുവാൻ പാപത്തിൽ വീണുപോയ മാനവരാശിയെ, ലോകത്തെ, പ്രപഞ്ചത്തെ ആകമാനം വീണ്ടെടുക്കുവാനായിട്ടുള്ള ദൈവത്തിന്റെ പദ്ധതിയാണല്ലോ ക്രോസ്, കുരിശ്. അപ്പോ ആ കുരിശിനെ കുറിച്ച്, ആ കുരിശിൽ ബലിയായി അർപ്പിക്കപ്പെട്ട നമ്മുടെ രക്ഷയ്ക്കായിട്ട്, ലോകത്തിന്റെ രക്ഷയ്ക്കായിട്ട് സ്വയം ബലിയാക്കപ്പെട്ട ദൈവത്തെക്കുറിച്ച്, ദൈവത്തിന്റെ പുത്രനെ കുറിച്ച്, കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുന്ന, ധ്യാനിക്കുന്ന, പഠിക്കുന്ന, യേശു കർത്താവിന്റെ ജീവിതത്തിന്റെയും ശുശ്രൂഷയുടെയും സമർപ്പണത്തിന്റെയും ഒക്കെ വെളിച്ചത്തിൽ നമ്മെ തന്നെ വീണ്ടെടുക്കുവാനുള്ള ഒരു സമയമാണ്. Lent is a time of self-redemption in the context of the redemption in Christ. ക്രിസ്തുവിലുള്ള വീണ്ടെടുപ്പിന്റെ
പശ്ചാത്തലത്തിൽ നമ്മെ തന്നെ വീണ്ടെടുക്കണം. ആ വീണ്ടെടുപ്പിനുള്ള ഏറ്റവും വലിയ ഉപാധി എന്ന് പറയുന്നത്, ആൻഡ് ഫെയ്ത്ത് ഇസ് എ ടൂൾ ടു റിഡീം us. നമ്മൾ വിശ്വാസത്തിലൂടെയാണ് നമ്മളെ തന്നെ വീണ്ടെടുക്കുന്നത്. അതുകൊണ്ട് ഈ നാളുകളിൽ നമ്മുടെ വിശ്വാസത്തെ ശക്തീകരിക്കുവാനും ജീവിത വിശുദ്ധീകരണത്തിലൂടെ വിശ്വാസത്തെ കൂടുതൽ ഉറപ്പിക്കുവാനും കൂടുതൽ ശക്തിപ്പെടുത്തുവാനും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഭയായി ഒരുക്കട്ടെ, സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആമുഖമായിട്ട് പ്രാർത്ഥിക്കുന്നു. വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് ഒരു പോരാട്ടമാണ്. Redemption is a struggle. It is a fight against the forces of slavery. നമ്മളെ അടിമയാക്കി വെക്കുന്ന ശക്തികൾക്കെതിരെ, നമ്മളെ കീഴ്പ്പെടുത്തിയിരിക്കുന്ന ശക്തികൾക്കെതിരെയുള്ള ഒരു പോരാട്ടം കൂടെയാണല്ലോ വീണ്ടെടുപ്പ്. അത്തരത്തില് കർത്താവായ യേശു ക്രിസ്തു തന്റെ ജീവിതത്തിന്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭ കാലഘട്ടത്തില് നടത്തിയ ഒരു പോരാട്ടത്തെ കുറിച്ചാണ് നമ്മൾ ഈ നാളുകളിലൊക്കെ പഠിക്കുന്നത്. ജീസസ് സ്ട്രഗിൾ അഗൻസ്റ്റ് ദ ടെംപ്റ്റിംഗ് സ്പിരിറ്റ്, അല്ലെ? പ്രലോഭനത്തിന്റെ ആത്മാവിനെതിരെ, പ്രലോഭിപ്പിക്കുന്ന ശക്തികൾക്കെതിരെയുള്ള ക്രിസ്തുവിന്റെ സമരം, ക്രിസ്തുവിന്റെ പോരാട്ടം. യേശു തന്നെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ച ശക്തികളോടെല്ലാം ചെറുത്തു നിന്നു. ജീസസ് റെസിസ്റ്റഡ് ദ അവന്യൂസ് ഓഫ് ടെംപ്റ്റേഷൻസ്. നമ്മള് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പഠിച്ചപ്പോഴൊക്കെ ചിന്തിച്ചപ്പോഴൊക്കെ പറഞ്ഞു, സംടൈംസ് വി ആർ ലിവിംഗ് ഇൻ എ വേൾഡ് വി സബ്മിറ്റ് വിതൗട്ട് റെസിസ്റ്റൻസ്. നമ്മൾ ചില സമയങ്ങളിൽ പലപ്പോഴും പോരാടാതെ നമ്മൾ കീഴടങ്ങും, തോറ്റു കൊടുക്കും, അല്ലേ? പരീക്ഷ എഴുതാതെ തോറ്റു കൊടുക്കും. വി ആർ അഫ്രൈഡ് ഓഫ് ടെസ്റ്റ്. നമ്മളെല്ലാം പരീക്ഷയെ പേടിക്കുന്നവരാണ്. ഈ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ഒക്കെ പറയുന്നത് നമ്മൾ പേടിക്കുന്നത് വേണം നമ്മൾ ചെയ്യാൻ. അതൊന്നും ഞാൻ പറഞ്ഞ് നിങ്ങളെ വഴിതെറ്റിക്കാനൊന്നും ആഗ്രഹിക്കുന്നില്ല. ചില സമയത്ത് ഈ ഓവർ മോട്ടിവേഷനും അപകടമാണ്. അങ്ങനെ നമ്മൾ പേടിക്കുന്നതൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചിലപ്പോൾ നമ്മൾ പേടിക്കുന്നത് അത് അപകടമായത് കൊണ്ടാണ്, അല്ലേ? ഇന്ന് പലപ്പോഴും അത്തരത്തിൽ പേടി തോന്നേണ്ട പലതും നമ്മളെ ത്രില്ലടിപ്പിക്കും. ഇപ്പൊ നമ്മുടെയൊക്കെ നാട്ടില് സ്പീഡ് ത്രിൽസ് ബട്ട് ഇറ്റ് കിൽസ് എന്നൊക്കെ റോഡിൽ എഴുതി വെക്കും, അല്ലേ? ഇങ്ങനെ സ്പീഡ്, വേഗത നമ്മളെ ത്രില്ലടിപ്പിക്കും, അല്ലെ? വലിയ ഇപ്പോഴത്തെ ബൈക്കൊക്കെ കണ്ടിട്ടില്ലേ? ബട്ട് ഇറ്റ് കിൽസ്. എനിക്ക് വേഗത പേടിയാണ്, ഉയരം പേടിയാണ്, അതൊക്കെ ഓരോരുത്തരുടെ രീതി അനുസരിച്ചാണ്. പക്ഷേ പോരാടാതെ തോറ്റു കൊടുക്കരുത്. ഡോണ്ട് സബ്മിറ്റ് വിതൗട്ട് സ്ട്രഗിൾ. പാപത്തിന് ഇഷ്ടം അതാണ്, നമ്മൾ എതിർക്കരുത്. ഏദൻ തോട്ടത്തില് ഉള്ള ഒരു വലിയ പ്രോബ്ലം അതായിരുന്നു. The human beings submitted themselves to the Satan without struggle. വലിയ മൽപ്പിടുത്തം കൂടാതെ തന്നെ മനുഷ്യർ പാപത്തിന് കീഴടങ്ങി. അതുകൊണ്ട് ഈ നാളുകൾ പോരാടുവാനുള്ള സമയമാണ്, അത് മറന്നുപോകരുത്. നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിക്കുന്നത് യേശു കർത്താവ് നേരിട്ട രണ്ടാമത്തെ പ്രലോഭനത്തെ കുറിച്ചാണല്ലോ. മത്തായിയുടെ സുവിശേഷം ആസ്പദമാക്കിയാണ് നമ്മൾ പഠിക്കുന്നത്. മത്തായിയുടെ സുവിശേഷത്തില് രണ്ടാമത്തെ പ്രലോഭനം എന്ന് പറയുന്നത് യേശുവിനെ ദേവാലയത്തിന്റെ അഗ്രത്ത് കൊണ്ട് നിർത്തിയിട്ട് പിശാച് പറയുന്നു, നീ താഴേക്ക് ചാട്, കാരണം നിന്റെ ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നുണ്ടല്ലോ, നിന്നെ കുറിച്ച് അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും, അവൻ നിന്റെ കാൽ കല്ലിനോട് തട്ടാതെ വണ്ണം നിന്നെ കയ്യിൽ താങ്ങിക്കൊള്ളും, അതുകൊണ്ട് നീ ചാട്. അപ്പൊ യേശു പറയുന്നുണ്ട്,
അത് മാത്രമല്ലല്ലോ വേദപുസ്തകത്തിൽ വചനത്തിൽ എഴുതിയിരിക്കുന്നത്, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നുകൂടെ എഴുതിയിട്ടുണ്ടല്ലോ. അങ്ങനെ രണ്ടാമത്തെ പ്രലോഭനത്തിലും രണ്ടാമത്തെ പരീക്ഷയിലും യേശു വിജയിക്കുകയും പരീക്ഷകൻ പ്രലോഭകൻ തോൽക്കുകയും ചെയ്യുന്നു. അതിനെക്കുറിച്ച് കുറച്ച് ആഴമായിട്ട് നമ്മൾ ചിന്തിക്കണം. മൂന്ന് ചിന്തകൾ നമ്മൾ ഓൾറെഡി സമ്മറൈസ് ചെയ്ത് കഴിഞ്ഞു. ഒന്ന്, പരീക്ഷണങ്ങൾ നമ്മുടെ ആളത്വത്തിനെതിരാണ്. നമ്മുടെ ജീവിതത്തിൽ പാപത്തിൽ വീണുപോയാൽ, ജീവിതത്തിൽ വീഴ്ച സംഭവിച്ചാൽ, that will distract our personality. നമ്മുടെ വ്യക്തിത്വത്തെ ഇല്ലാതാക്കി കളയും, നശിപ്പിച്ചു കളയും. വേദപുസ്തകത്തിൽ ആകമാനം അത്തരത്തിൽ വീഴ്ചകൾ സംഭവിച്ചവരുടെ ഒക്കെ ഐഡന്റിറ്റിയോടാണ് അവരുടെ വീഴ്ചകൾ റിലേറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഡേവിഡ്, നോഹ, ഇവരെല്ലാം വലിയ മനുഷ്യരാ. പക്ഷെ അവരുടെ ജീവിതത്തിൽ വീഴ്ച സംഭവിച്ചപ്പോ അതുവരെ അവർ സമ്പാദിച്ച, അവർ നേടിയ അവരുടെ സ്വഭാവത്തെ, അവരുടെ ആളത്വത്തെ തകർത്തു കളഞ്ഞു. നമ്മളൊക്കെ അതിൽ നിന്ന് ആളുകൾ ശ്രദ്ധിക്കണം. ഞങ്ങളുടെയൊക്കെ അച്ഛന്മാരുടെ ഒക്കെ കമ്മ്യൂണിറ്റിയിലൊക്കെ ഉള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ, that will impact, that will distract our personality, our identity. രണ്ടാമത്, അതുകൊണ്ടാണ് നീ ദൈവത്തിന്റെ പുത്രനാണോ, ആണെങ്കിൽ നീ ഇത് ചെയ്യ്. രണ്ടാമത് നമ്മൾ ചിന്തിച്ചത്, അത് ആളത്വത്തെ മാത്രമല്ല, നമ്മുടെ ബന്ധങ്ങളെയും തകർക്കും. പ്രലോഭനങ്ങൾ ചിലതിൽ നമ്മൾ വീണാല് ബന്ധം തകരും, അല്ലെ? നോഹയുടെ ഉദാഹരണം ഞാൻ പറഞ്ഞില്ലേ. നോഹ പെട്ടകത്തിൽ നിന്ന് ഇറങ്ങി മുന്തിരിത്തോട്ടമൊക്കെ നട്ടുണ്ടാക്കി, വീഞ്ഞുണ്ടാക്കി, അതൊക്കെ കുടിച്ച് ആള് ഉടുപ്പൊന്നും ഇല്ലാതെ കിടന്നപ്പോൾ മകൻ ചെന്ന് അത് കണ്ടു. ഇളയ മകൻ ചെന്ന് കണ്ടു, മൂത്ത മകനെ വിളിച്ചുകൊണ്ട് വന്ന് കാണിച്ചു. മൂത്ത മകൻ ചെന്ന് അതെല്ലാം ഉടുപ്പൊക്കെ പുതപ്പൊക്കെ ഇട്ട് അവനെ ഡീസന്റ് ആക്കി. അപ്പോൾ ഇതറിഞ്ഞ നോഹ ചെയ്തത്, തന്റെ ജീവിതത്തിൽ വന്നുപോയ കുറവിനെ കുറിച്ച് നോഹയ്ക്ക് ലജ്ജ ഉണ്ടാകുന്നതിന് പകരം ഇത് കണ്ടിട്ട് മൂത്ത മകനെ വിളിച്ചുകൊണ്ട് വന്ന് കാണിച്ച് ഇളയ മകനെ അവൻ ശപിച്ചു. ഗ്രഡ്ജാണ്, വെറുപ്പാണ്, അല്ലെ? Sin will distract the relationships. ഒരർത്ഥത്തിൽ പാപം എന്ന് പറഞ്ഞാൽ അത് തന്നെയാ, ബന്ധങ്ങളുടെ തകർച്ചയാ പാപം. അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ബന്ധങ്ങളെ തകർക്കുന്ന രീതിയിൽ ചിന്തിക്കാതെയും പ്രവർത്തിക്കാതെയും ഇരിക്കുക. കീപ് ദ സാങ്ക്ടിറ്റി ഓഫ് ദ റിലേഷൻഷിപ്സ്. രണ്ടാമത്തെ ചിന്ത അതായിരുന്നു, അല്ലെ? ഇഫ് യു ആർ സൺ ഓഫ് ഗോഡ്, അല്ലെ, ദൈവവുമായിട്ടുള്ള ക്രിസ്തുവിന്റെ പുത്രത്വ ബന്ധത്തെ ചാലഞ്ച് ചെയ്യുക, അതിനെ ഡിസ്ട്രാക്ട് ചെയ്യുക. മൂന്നാമത്, നമ്മൾ ഇന്നലെ കഴിഞ്ഞ ബുധനാഴ്ച ചിന്തിച്ചത്, വിശുദ്ധ ഇടങ്ങളിലും ചതിക്കുഴികളുണ്ട്. നമ്മൾ ഈ പറയുന്ന വിശുദ്ധ സ്ഥലമൊന്നും അത്ര വിശുദ്ധ സ്ഥലമല്ലെന്നാണ്. കാരണം യേശുവിനെ പിശാച് കൂട്ടിക്കൊണ്ടുപോയത് എവിടാണ്? ദേവാലയത്തിന്റെ മുകളിലാണ്. ദേവാലയങ്ങളൊക്കെ പിശാചിന്റെ കയ്യിലാണ്. ക്ഷമിക്കണം, നിങ്ങൾ വിചാരിക്കുക അപ്പൊ ഞാൻ വെള്ളക്കുപ്പായം ഇട്ട പിശാചായിരിക്കുമോ? അങ്ങനെ ചിന്തിക്കുന്നതിലും തെറ്റില്ല. നിങ്ങളാണല്ലോ ചിന്തിക്കേണ്ടതും, ഞാൻ ചെയ്യുന്നത് പിശാചിന്റെ പ്രവർത്തനമാണോ ദൈവത്തിന്റെ ശുശ്രൂഷയാണോ എന്ന് അൾട്ടിമേറ്റ്ലി തീരുമാനിക്കുന്നത്, അത് ഫീൽ ചെയ്യുന്ന ജനമാ, സഭയാ, അല്ലെ? ദാറ്റ് ഈസ് എ പെയിൻഫുൾ ഫാക്ട്. പണവും ഇൻസ്റ്റിറ്റ്യൂഷൻസും സമ്പത്തും ഒക്കെ നമുക്ക് ധാരാളം ഉണ്ടായപ്പോ അറിഞ്ഞോ അറിയാതെയോ ദേവാലയങ്ങൾ, സഭകൾ has gone to the hands of the wicked, to the evil. A temple taken over by evil, അല്ലേ? നമ്മൾ ഉയരങ്ങളിലേക്ക് പോകുമ്പോൾ വീഴാതെ സൂക്ഷിക്കണം. Pinnacles are prone to fault. ഉയർന്ന സ്ഥലങ്ങൾ വളരെ സ്ലിപ്പറിയാണ്, അല്ലെ? അത് തെന്നലും വഴുവഴുക്കലുമുള്ള സ്ഥലമാണ്. നമ്മുടെ ലോകമാകമാനം അങ്ങനെ. വി ക്യാൻ fall at any time. സോ അതൊരു സൂചന തരുന്നുണ്ട്.
ഈ കർത്താവിന് രണ്ടാമത്തെ പ്രലോഭനം. മൂന്നാമത്തെ ചിന്ത. നാലാമത്തെ ചിന്ത, ഇവിടെ പിശാച് യേശു കർത്താവിനോട് പറയുന്നത് എന്താണെന്നറിയാമോ? നിന്നെ കുറിച്ച് അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും, അവൻ നിന്റെ കാൽ കല്ലിനോട് തട്ടാതെ വണ്ണം നിന്നെ കയ്യിൽ താങ്ങിക്കൊള്ളും. എന്താ പിശാച് എന്താ പറയുന്നത്? സാത്താൻ വേദപുസ്തകമാ പറയുന്നത്. ആരോട്? കാരണം നിന്നേക്കാ വേദപുസ്തകം എനിക്കറിയാവുന്നതാണ് പിശാച് യേശു കർത്താവിനോട് പറയുന്നത്. 91 സങ്കീർത്തനം 12-13 വാക്യം യേശു കർത്താവിന് മുൻപ് എഴുതിയതാണല്ലോ സങ്കീർത്തനങ്ങൾ. അതിലെ വാക്യമാണ്, നീ താഴോട്ട് ചാടിക്കോ, കാരണം നിന്റെ കാൽ ദൂതന്മാരോട് കൽപ്പിക്കും, ദൈവം കൽപ്പിക്കും, അപ്പോൾ നീ ചാടിക്കും. നാലാമത്തെ പ്രോബ്ലം എന്താണെന്നറിയാമോ? ഇവിടുത്തെ മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ വചനത്തെ മിസ്അപ്രോപ്രിയേറ്റ് ചെയ്യുക. അതെല്ലാം കുറച്ചുകൂടെ പറഞ്ഞാൽ അപഹരിക്കപ്പെട്ട ദൈവത്തിന്റെ വചനം. See, the word, the power of the word is stolen from the church. വചനം അപഹരിക്കപ്പെട്ടു, അല്ലേ? ഇന്ന് ദൈവത്തിന്റെ വചനത്തെ ഹൈജാക്ക് ചെയ്ത് അതിനെ വിറ്റ് അതിനെ വ്യാഖ്യാനിച്ച് അധികാരവും പണവും പ്രസിദ്ധിയും കുടുംബവും ഒക്കെ നേടുന്ന ഒരുപാട് പേരുണ്ട്. ഒരു കാലത്ത് നമ്മുടെയൊക്കെ പൂർവികരൊക്കെ ദൈവത്തിന്റെ വചനമൊക്കെ സ്വീകരിച്ചതിന്റെ പേരില് ഒരുപാട് നഷ്ടങ്ങൾ നേരിടുന്നവരുണ്ട്. ഇപ്പോഴും നഷ്ടങ്ങളൊക്കെ നേരിടുന്നവരുണ്ട്. So we are living in a world, the word of God is misappropriated, misinterpreted, misread. ദൈവവിരുദ്ധമായ ശക്തികളുടെ കയ്യിൽ വചനം ഉപയോഗിക്കപ്പെടുന്നു. ചിലരൊക്കെ വന്ന് ഇങ്ങനെ ചില ഭാഗങ്ങളൊക്കെ പറയും, അല്ലേ? ഒന്നാമത്തെ കാര്യം, നമുക്ക് ശരിക്കും വേദപുസ്തകം അറിയത്തില്ല. ഫസ്റ്റ് ഓഫ് ഓൾ, അറിയാവുന്ന ഭാഗം പോലും ശരിക്കറിയത്തില്ല. നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത്, ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് വളരെ ഇന്റഗ്രേറ്റഡ് ആണ്, സമഗ്രമാണ്. ചിലരൊക്കെ സെലക്ട് ചെയ്തൊക്കെ എടുത്തുകൊണ്ട് പോയാൽ അത് വലിയ ദോഷം ചെയ്യും. സെലക്റ്റീവ് റീഡിങ് ഓഫ് ദ സ്ക്രിപ്ചർ. ഞാൻ നേരത്തെ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, നമ്മളിങ്ങനെ ഓരോരോ സാഹചര്യത്തിനും സന്ദർഭത്തിനുമൊക്കെ ഓരോ പാട്ടും സങ്കീർത്തനവും വേദപുസ്തകവും ഒക്കെ ഇങ്ങനെ ആക്കി വെച്ചിരിക്കുകയാണ്, അല്ലേ? നമ്മളതൊന്നും മാറാൻ പോലും സന്നദ്ധമല്ല. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം ആഴമായി നമ്മൾ പഠിക്കണം. അതല്ലെങ്കിൽ ഇറ്റ് ക്യാൻ cheat us. If the word is taken, gone to the hands of the wicked, the evil, it can misguide us. നമ്മളെ വഴിതെറ്റിക്കും. ഇവിടെ പിശാച് ദൈവത്തിന്റെ വചനം കൈക്കലാക്കി കവർന്നെടുത്തിട്ട് വചനം ജഡമായി തീർന്നവനോട് പറയുകയാണ്, യു ഡു ദിസ്. ഇങ്ങനൊക്കെ പറയുന്നില്ല, യു ഡു ദിസ്, ഇറ്റ് ഈസ് ഈസി. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം എന്ന ഫ്രെയിംവർക്കിൽ കിട്ടുന്നതെല്ലാം നിങ്ങൾ മഗപ്പ് ചെയ്യരുത് പറഞ്ഞു. ചിലരൊക്കെ ഇപ്പൊ നേരിട്ട് അങ്ങ് പറയുകയാണ്, ദൈവം എന്നോട് പറഞ്ഞു. പറയുമെന്ന എൻ്റെ ഒരു ചിന്ത. പക്ഷേ അത് ആ ഒരു ഫ്രെയിം, ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരിക്കലും നമ്മളെ അപകടപ്പെടുത്താൻ, മിസ്ലീഡ് ചെയ്യരുത്. എക്സ്പ്ലോയിറ്റിംഗ് ദ വേർഡ് ഓഫ് ഗോഡ് ഫോർ പേഴ്സണൽ ഗെയിൻസ്, മിസ്കോട്ടിംഗ്, മിസ് ആപ്ലിക്കേഷൻസ്, ഇതൊക്കെ ദൈവവചനവുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് നാലാമതായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്, we may have to fight against the misappropriations of the word of God. ദൈവത്തിന്റെ വചനം ദുരുപയോഗം ചെയ്യുമ്പോൾ അത് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. അതൊരു പ്രലോഭനമാണ്, അതൊരു ടെംപ്ടേഷനാണ്.
നമ്മൾ വിചാരിക്കും വചനമല്ലേ, അല്ലേ? അങ്ങനെ പല ഗ്രൂപ്പ്സ് ഒക്കെ ഉണ്ട്, നമുക്കറിയാം. ഞാൻ അതിന്റെ ഉദാഹരണങ്ങളിലേക്കൊന്നും പോകുന്നില്ല. സോ അത് നമ്മുടെ ജീവിതത്തിലെ മറ്റൊരു ടെംപ്റ്റേഷനാണ്. When the word of God is being exploited for personal gain, political gain, സൂക്ഷിക്കണം, വീണു പോകാൻ സാധ്യതയുണ്ട്. അഞ്ചാമത്തെ വളരെ പ്രധാനപ്പെട്ട ഭാഗം, അത് കുറച്ചുകൂടെ പ്രധാനപ്പെട്ട ഒരു ഭാഗം. എന്താണ് പിശാച് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്? ഈ ദേവാലയത്തിന്റെ മുകളിൽ നിന്ന് എല്ലാവരും കാണുക യേശുവിനോട് താഴോട്ട് ചാടാൻ പറയുന്നു. താഴോട്ട് ചാടുമ്പോൾ അവനെ ദൂതന്മാര് വേദപുസ്തകത്തിൽ പറയുന്നത് പോലെ കാക്കുമെന്നൊന്നും ഉറപ്പൊന്നുമില്ല, അല്ല. അങ്ങനെയാണെങ്കിൽ ചെയ്താൽ then it is very easy for you. Then you will immediately become an influencer, അല്ലെ? ഇൻസ്റ്റന്റ് പോപ്പുലാരിറ്റി, പെട്ടെന്നുള്ള പ്രശസ്തി. ഇന്നത്തെ ലോകത്തിന്റെ ഒരു വലിയ പ്രശ്നമാണ്, നമ്മളെല്ലാം പെട്ടെന്നുള്ള പ്രശസ്തിയുടെ പിറകെ പായുന്നവരാണ്. പ്രശസ്തിക്ക് വേണ്ടി പായുന്നു, പ്രശസ്തിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, പ്രശസ്തിക്ക് വേണ്ടി ജീവിക്കുന്നു, അല്ലെ? വി ഓൾ ട്രൈ ടു ബിക്കം ഇൻഫ്ലുവൻസേഴ്സ്. എനിക്കും ചിലപ്പോൾ ആ ഒരു വലിയ കുഴപ്പമുണ്ട്. ഞാൻ ചിലപ്പോൾ വല്ലതൊക്കെ എഴുതുന്നതൊക്കെ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്യും. നമ്മൾ കഷ്ടപ്പെട്ടൊക്കെ എഴുതുന്ന ആരെങ്കിലും ഒക്കെ വായിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇറ്റ് ക്യാൻ ഓൾസോ ബി ഫോർ പോപ്പുലാരിറ്റി. നിങ്ങൾ വിചാരിക്കും അതും അച്ഛൻ പ്രശസ്തിക്ക് വേണ്ടിയല്ലേ? അങ്ങനെ ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ അങ്ങനെ ഇല്ലെന്ന് പറഞ്ഞാൽ അതൊരു വേദപുസ്തകത്തിന് മുമ്പ് ഇരുന്നുകൊണ്ട് ഞാൻ കള്ളം പറയാൻ പാടില്ല. നമുക്കെല്ലാം ഒരു ഫെയിം ആഗ്രഹമുണ്ട്, പോപ്പുലാരിറ്റി ആഗ്രഹമുണ്ട്. എല്ലാവരും നമ്മളെ ശ്രദ്ധിക്കണം, ഒരു ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ മറ്റുള്ളവർ നമ്മളെ തിരിച്ചറിയണം എന്നെല്ലാവരും നമ്മളുടെ ഒരു ആഗ്രഹമാണ്. ആ ആഗ്രഹം തെറ്റാണെന്ന് ഞാൻ പറഞ്ഞ എന്നെ പിന്നെ ലോകത്തിന് കൊള്ളാതാകും, അല്ലെ? നമുക്കെല്ലാം ഉണ്ട്. പക്ഷേ we want it so instantaneously. എല്ലാം പെട്ടെന്ന് വേണം. We are not ready to work. We are not ready to take the due course to become popular, influential. അല്ലെ? മറ്റുള്ളവരെ സ്വാധീനിക്കാനും മറ്റുള്ളവർ നമ്മളെ പ്രതീക്ഷയോടുകൂടെ നോക്കാനും മറ്റുള്ളവർ നമ്മളെ മാതൃകയാക്കാനും ഒക്കെ ഉള്ള ഒരു സാധ്യത നല്ലതാ. We should try to influence others. നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ ചുറ്റുമുള്ളവർ, നമ്മുടെ പ്രിയപ്പെട്ടവർ, ചുറ്റുപാടുകൾ നമ്മളിലെ നന്മ കണ്ട് ആ നന്മയാൽ സ്വാധീനിക്കപ്പെട്ട് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തുന്ന നന്മകളെ കുറച്ചധികം പേരെങ്കിലും ഒക്കെ പകർത്താൻ കഴിയുന്നെങ്കിൽ that's not a bad thing. കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് സ്വാഭാവികമായിട്ടും തന്റെ ജീവിതം കൊണ്ട്, ശുശ്രൂഷ കൊണ്ട്, ദൈവം തന്നെ ഭരമേൽപ്പിച്ച സുവിശേഷം കൊണ്ട് മറ്റുള്ളവരെ സ്വാധീനിക്കാനാണ്. To take and claim the community, the people back from the bad influence of the evil. ഈ പിശാചിന്റെ തെറ്റായ സ്വാധീനത്തിൽ നിന്ന്, തെറ്റായ വലയത്തിൽ നിന്ന് ഈ ലോകത്തെ മുഴുവൻ ദൈവസ്നേഹത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ, ദൈവസ്നേഹത്തിന്റെ സ്വാധീനത്തിലേക്ക് മടക്കി കൊണ്ടുവരുവാനുള്ള ഒരു നിയോഗവുമായിട്ടാണ് യേശു കർത്താവ് ലോകത്തിലേക്ക് വന്നത്. There is no doubt about that. Jesus has come down to this world to become a human being to influence the world. There is no doubt about that. യേശു, അത് പിശാചിനെ നന്നായിട്ട് അറിയാം, അത് സാത്താന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് സാത്താൻ പറയുന്നു, there is an easy way. എളുപ്പ വഴിയുണ്ട്, ഇങ്ങനെ ചെയ്താൽ മതി, നീ ഒരു അത്ഭുതം അങ്ങ് പ്രവർത്തിക്കും, അല്ലേ? ഇപ്പോഴത്തെയൊക്കെ സിനിമകളിലൊക്കെയാണ് ഹെലികോപ്റ്ററിൽ നിന്ന് ചാടിയാലും നായകനൊന്നും പറ്റത്തില്ല. അപ്പോഴാണ് നമ്മൾ വീട്ടിൽ കാല് തിന്നുന്നു, താഴെ വീണ കൈ ഒടിയുന്നു, കാഴൊടിയുന്നു, നടുവൊടിയുന്നു. അത് കാശ് കൊടുത്ത് പോയിരുന്ന് കാണാൻ നമുക്ക് ഒരു മടിയില്ല. കാരണം നമ്മൾ അങ്ങനെയാ ചിന്തിക്കുന്നത്. കാരണം അങ്ങനെ മേളിൽ നിന്ന് വീഴുമ്പോൾ ഒടിയരുത്, ഞാനും ഒടിയരുത്. പക്ഷെ അത് അനുകരിക്കാൻ പോയാൽ വലിയ കുഴപ്പമാണ്. We all
wanted to become superhumans. Instant popularity. ഇന്നിപ്പോ അത്തരത്തിലുള്ള ഈ പെട്ടെന്നുള്ള പ്രശസ്തിക്ക് വേണ്ടിയിട്ട് ഈ സോഷ്യൽ മീഡിയയിലും ബ്ലോഗിങ്ങിലും ഒക്കെ എന്തെല്ലാമാണ് കാണിച്ചു കൂട്ടുന്നത്. ഇൻസ്റ്റന്റ് പോപ്പുലാരിറ്റി. എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള വഴിയുണ്ട്, മാർഗമുണ്ട്. Don't try to become too smart. Don't become too smart. നമുക്ക് സ്മാർട്ട് വർക്കേഴ്സ് അല്ല, ചിലപ്പോൾ സമയത്ത് വി നീഡ് ടു ഹാർഡ് വർക്ക്. അത് കുരിശിന്റെ വഴിയാ യേശു കർത്താവിന്, അല്ലാതെ അത്ഭുതങ്ങളെ വഴിയല്ല. അസാധാരണമായ കർമ്മങ്ങളൊക്കെ ചെയ്തല്ല. നമ്മൾ നോക്കണം, യേശു കർത്താവ് ഓർക്കണം, യേശു കർത്താവ് ഭൂതങ്ങളെ പുറത്താക്കി സൗഖ്യം കൊടുത്തു, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. And that was not the actions to save this world. ഈ ലോകത്തെ വീണ്ടെടുത്തത് അത്ഭുതം പ്രവർത്തിച്ചിട്ടല്ല. ഈ ലോകത്തെ വീണ്ടെടുത്തത് കർത്താവ് ക്രൂശ് വഹിച്ചിട്ടാണ്. അതുകൊണ്ടാ പറഞ്ഞത്, ക്രൂശിൽ നിന്ന് വേണമെങ്കിൽ യേശു ആ വേദനയുമൊക്കെ രക്ഷപ്പെട്ടു പോകാമായിരുന്നു. And he was not, see this temptation we see on the cross also. കള്ളൻ പറയുന്നില്ലേ, നീ ദൈവത്തിന്റെ പുത്രനാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, നീയും രക്ഷപ്പെട്ട് ഞങ്ങളെയും കൂടെ രക്ഷിക്കും, അല്ലേ? സെയിം ഡയലോഗ് ഇവിടെ ദേവാലയത്തിന്റെ മുകളിൽ നിന്നുകൊണ്ട് പിശാച് യേശുവിനോട് പറയുന്ന അതേ സംഭാഷണം, അതേ പ്രസ്താവന, അതേ വാക്കുകൾ കാൽവറി ക്രൂശിൽ യേശു കർത്താവ് തന്റെ വശത്ത് നിന്ന് കേൾക്കുന്നുണ്ട്. യു ഹാവ് ഈസി വേ, ടേക്ക് ഷോർട്ട് കട്ട്. Why do you suffer? Why do you go through this pain? എന്തിനാ കിടന്ന് കഷ്ടപ്പെട്ട് ദാഹിച്ച് നിലവിളിച്ച് ചൂടത്തി? വൈ നിനക്ക് പറ്റുമല്ലോ. ടേക്ക് ദ ഈസി വേ. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളോടൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടതും അതാണ്. എല്ലാം ഈസി വേ ആണല്ലേ. പണ്ടൊക്കെ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഈ ഗൈഡ്, അല്ലേ, ഈ ഓരോ സബ്ജക്റ്റിന് ഗൈഡ്. കാരണം പുസ്തകമൊന്നും വായിക്കാത്തവർക്കും ട്യൂഷന് പോയാലും നമ്മൾ ഗൈഡ് വാങ്ങി. അന്നൊന്നും ഇത്ര കോസ്റ്റ്ലി അല്ലായിരുന്നു, ഞാൻ ഓർക്കുന്നു. ട്യൂഷന് പോയാലും മാസം 10-30 രൂപ ഫീസ് കൊടുക്കണം. ട്യൂഷൻ സെന്ററില്ല, പേഴ്സണൽ ട്യൂഷനൊക്കെ വലിയ വലിയ കാശുള്ളവരുടെ വീട്ടിലാണ് വൈകിട്ട് വന്ന് പേഴ്സണൽ ട്യൂഷൻ. അല്ലാത്തപ്പോൾ ഞങ്ങളൊക്കെ ട്യൂട്ടോറിയൽ കോളേജിൽ പോകും. ഞാൻ ഓർക്കുന്നുണ്ട്, 8ാം ക്ലാസ് മുതൽ. ഒന്നുമില്ല, ഒരു കാര്യമില്ല, അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. എനിക്ക് നേരത്തെ പറഞ്ഞ വീട്ടിൽ നിന്ന് പിള്ളേരെ ഒഴിവാക്കി നിർത്താൻ വേണ്ടി അമ്മയുടെ ഒരു പരിപാടിയാണ്. സ്കൂളിൽ രാവിലെ 8 മണിക്ക് പോവും, 9 മണി വരെ ട്യൂഷൻ കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് വല്ലതും കഴിച്ചുകൊണ്ട് പുസ്തകം എടുത്തുകൊണ്ട് സ്കൂളിൽ പോവും. വൈകിട്ട് 4 മണിക്ക് വന്ന് ചായ എന്തെങ്കിലുമൊക്കെ കുടിച്ചിട്ട് നേരെ 4:30 ആകുമ്പോൾ ട്യൂഷന് പോവും. 5, 5:30, 6 ആകുമ്പോഴത്തേക്ക് വരും. പിന്നെ കുറച്ചു നേരമൊക്കെ കളിച്ച്. സോ വി ആർ എൻഗേജ്ഡ്. ട്യൂഷൻ പഠിച്ചുകൊണ്ടാണോ ഞാൻ രക്ഷപ്പെട്ടതെന്ന് എനിക്കറിയത്തില്ല. ആ സമയത്താണ് ഗൈഡ് വരുന്നത്. ഗൈഡ് എന്നാലും ഗൈഡ് വെച്ച് നമ്മൾ പഠിക്കാം. അവസാനം പരീക്ഷ ഗൈഡ് വാങ്ങിച്ചു വെച്ച് വേണം പഠിക്കാം. ഇന്നിപ്പോ ഈസി വേയാ, എല്ലാം ഈസിയാണ്. ഗൂഗിളും അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒന്നിനും ഉത്തരത്തിന് ഒരു പഞ്ഞവും ഇല്ല. ഏത് ചോദ്യം കിട്ടിയാലും അതിന് ഉത്തരവുണ്ട്. ഇപ്പൊ ChatGPT പോലെയുള്ള, ബോൾട്ട് പോലെയുള്ള സംവിധാനത്തോട് നമ്മൾ എന്ത് ചോദ്യം ചോദിച്ചാലും അവര് നമുക്ക് ഉത്തരം തരും. No easy way. I think there is no easy way. There is no easy way. നീ ചാടിക്കോ, അല്ലേ? അങ്ങനെ ചാടിക്കുന്ന കുറെ ആൾക്കാരുണ്ട് കേട്ടോ. ചാടല്ലേ, ചാടിക്കോ അതും ഇതൊക്കെ പറഞ്ഞു ചാടിക്കോ എന്ന് പറയുന്നവരുണ്ട്. അടുത്തത് ഇങ്ങനെ വിസിലടിച്ചു തരും, പ്രോത്സാഹിപ്പിക്കും. ചാടിക്കോ, മണ്ടത്തരമാണ്. യൂസ് യുവർ ഫെയ്ത്ത് ആൻഡ് ഇന്റലക്ട് ടു ടേക്ക് ദ ഡിസിഷൻസ്. മറ്റുള്ളവന്റെ വാക്ക് കേട്ട് ചാടരുത്.
ആഴമറിയാതെ അപകടങ്ങളെ കുറിച്ച് ബോധമില്ലാതെ ചാടരുത്. സിൻ അല്ല, അതൊരു വീഴ്ച എന്ന് പറയത്തില്ല, അങ്ങനെ ദ ഫോൾ എന്ന് പറയും. നമ്മൾ നേരത്തെ വീഴ്ച. പാപത്തെക്കുറിച്ച്, മനുഷ്യന്റെ ആദ്യ പാപത്തെക്കുറിച്ച് വേദപുസ്തകവും ചിന്തകന്മാരും തിയോളജിയൻസും ഒക്കെ പറഞ്ഞത് ദ ഫോൾ. They did not say the first sin എന്ന് പറഞ്ഞില്ല, അവർ ആദ്യത്തെ പാപം എന്നൊന്നും പറഞ്ഞില്ല, the fall. പിശാചിന്റെ വാക്ക് കേട്ട് ആദിമ മനുഷ്യര് ഏദൻ തോട്ടത്തില് നിരോധിക്കപ്പെട്ട, നിഷിദ്ധമാക്കപ്പെട്ട പഴം ഭക്ഷിച്ചതിന് പറയുന്ന പേര് the fall. The fall. ഇവിടെയും പിശാച് വന്ന് യേശു കർത്താവിനെ വീഴിക്കാൻ നോക്കാണ്. നീ ചാടിക്കോ. There will be avenues to cause us the fall. വീഴ്ത്താൻ ശ്രമിക്കുന്നവർ ഒരുപാടുണ്ട് കേട്ടോ. വീഴ്ത്താൻ ശ്രമിക്കുന്ന ശക്തികൾ വളരെ ശക്തമാണ്. നമ്മൾ വളരെ ജാഗ്രതയോടുകൂടെ ഓരോ ചുവടും മുൻപോട്ട് വെക്കണം. യേശു കർത്താവിനോട് പറയുന്നത് നീ ചാടിക്കൂ. നമ്മളുടെ ഓരോരോ വീഴ്ചകളും അത് ചിലർ നമ്മളെ വീഴിച്ചതാണെന്ന്, അത് നമ്മുടെ ജീവിതത്തിലെ ചിലത് നമ്മളെ വീഴിച്ചതാണെന്ന് മറന്നു പോകരുത്. നമ്മൾ വീണത് മാത്രമല്ല, അത് വീഴിച്ചത് കൂടെയാണ്. So we must be very careful in our faith journey. യേശു കർത്താവ് മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ ഒരു കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുന്നുണ്ടല്ലോ. എന്നിട്ട് പറയുന്നുണ്ട്, നോക്കൂ, നീ ആരോടും ചെന്ന് പറയരുത്. Don't say any word to anyone. Keep it secret. യേശു കർത്താവ് അത് തന്നെ പല കാര്യങ്ങളും രഹസ്യമാക്കി വെക്കാൻ പറയുന്നു. He does not like popularity. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോൾ അവര് വന്ന് യേശുവിനെ രാജാവാക്കാൻ നോക്കി. ആ സമയത്ത് യേശു വിജന സ്ഥലത്തേക്ക് പിന്മാറിപ്പോയി. He doesn't like popularity. പ്രസിദ്ധിയെ ഭയപ്പെട്ട കർത്താവ്. അതുകൊണ്ട് വളഞ്ഞ വഴിയിലൂടെയുള്ള യേശു കർത്താവ് ന്യായമായുള്ള പ്രശസ്തിയെ പോലും ഇഷ്ടപ്പെട്ടു. സൂക്ഷിക്കണം, നമുക്ക് അമിത പ്രശസ്തി വേണ്ടാന്ന എൻ്റെ ഒരു ചിന്ത. Don't try to be so popular, so influential, so epitomic in our lives. 6ാമത്തെ ചിന്ത, അവസാനത്തെ ഭാഗം ഞാൻ അവസാനിപ്പിക്കും. ഈ ഒരു 2ാമത്തെ ടെംപ്റ്റേഷൻ. യേശു കർത്താവ് പറയുന്നു, നീ ഇങ്ങോട്ട് വചനം പറഞ്ഞല്ലോ, ഞാൻ അങ്ങോട്ടൊരു വചനം പറയാം. എന്താണെന്നറിയാമോ? നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും കൂടെ എഴുതിയിരിക്കുന്നു. നീ നിനക്ക് സൗകര്യമുള്ളതാ വായിക്കുന്നത്. ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം. അതായത് പിശാച് സങ്കീർത്തനം 91-ന്റെ 11-ഉം 12-ഉം പറഞ്ഞപ്പോ യേശു കർത്താവ് ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം അങ്ങോട്ട് പറഞ്ഞു. നിന്റെ ദൈവമായ കർത്താവിനെ നീ പരീക്ഷിക്കും. മത്സരം നല്ലതല്ല. മത്സരങ്ങൾ, there is no competition. Faith is not testing God. വിശ്വാസം ദൈവത്തെ പരീക്ഷിക്കലല്ല. And sin is our competition against God. ദൈവത്തിനെതിരായുള്ള നമ്മുടെ മത്സരമാ പാപം. Don't compete. അതുകൊണ്ടാണ് സ്വർഗസ്ഥനായ പിതാവേ, അല്ലെ കർത്താവേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. Lead us not into temptation,
lead us not into test. അതൊരു പ്രാർത്ഥനയാണല്ലോ. നമ്മള് ദൈവത്തെ പരീക്ഷിക്കരുത്. മത്സരം അത് നല്ലതല്ല ഒരു വിശ്വാസം. Do it with commitment. Fulfill your purpose not with a sense of competition. മത്സരത്തിന് വേണ്ടി ചെയ്യും, അത് നല്ലതല്ല. സ്നേഹിക്കാനും മത്സരിക്കണ്ട, വെറുക്കാനും മത്സരിക്കണ്ട, കൊടുക്കാനും മത്സരിക്കണ്ട, വാങ്ങിക്കാനും മത്സരിക്കണ്ട, നടത്താനും മത്സരിക്കണ്ട, നടത്താതിരിക്കാനും മത്സരിക്കണ്ട. മത്സരം നമ്മളെ അപകടപ്പെടുത്തും. മത്സരം മറ്റുള്ളവരിൽ നമ്മളെ അകറ്റും. ടെംപ്റ്റേഷൻ ഇസ് എ കോമ്പറ്റീഷൻ. അതുകൊണ്ട് മത്സരാതീതമായ ഒരു ആത്മീയതയെ കുറിച്ച് ധ്യാനിക്കാനുള്ള സമയമാണ് നോമ്പ്. Lent is a time to meditate on the spirituality beyond contest. A spirituality beyond contest. ഞാൻ നിന്നെക്കാളും നീ എന്നെക്കാളും മെച്ചപ്പെടാനൊന്നുമില്ല. നമുക്ക് ഒരുമിച്ചുള്ള ഒരു യാത്രയാണ്. Faith is a travel together for all of us to become better for God. ദൈവത്തിന് വേണ്ടി ഒരുമിച്ച് നന്നാവാനും നല്ലതാകാനുമുള്ള ഒരു സമയമാണ് നോമ്പ്. Kill the spirit of competition. അതുകൊണ്ട് രണ്ട് ചിന്തകളാണ് ഇന്ന് ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത്. മൂന്ന് ചിന്തകൾ. അപഹരിക്കപ്പെട്ട വചനം, the misappropriated word of God. 2, instant popularity. 3, മത്സരങ്ങൾ. So try to claim back the originality of the word of God. നമ്മുടെ വചനം ഉപയോഗിച്ച് നമ്മളെ ആരും വഴിതെറ്റിക്കരുത്. വചനം ഉപയോഗിച്ച് വഴിതെറ്റിക്കരുത്. പെട്ടെന്നുള്ള പ്രശസ്തി അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം. എളുപ്പ വഴി, കുറുക്കു വഴി നമുക്ക് വേണ്ട. മത്സരമല്ല, നമ്മളിലെ മത്സരിയെ പുറത്തിറക്കണം. മത്സരാതീതമായ ആത്മ. പിശാച് എപ്പോഴും ദൈവത്തോട് മത്സരിക്കും. അതുകൊണ്ട് നമ്മൾ പിശാചിനുള്ളവരല്ല, ദൈവത്തിനുള്ളവരാണ്. യേശു കർത്താവ് പറയുന്നു, ദൈവമായ കർത്താവിനെ നീ പരീക്ഷിക്കരുത്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, നാളുകൾ ദൈവത്തിന്റെ വചനത്തിൽ കൂടുതൽ ആശ്രയിക്കുവാനും ശരിയായ വഴിയിൽ നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാനും നമ്മൾ നേരിടുന്ന പ്രലോഭനങ്ങളോട്, നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളോട് സത്യസന്ധമായി ഇടപെടുവാനും അതിനെ അതിജീവിക്കുവാനും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഭയായിട്ട് സഹായിക്കട്ടെ. വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗ്ഗപിതാവേ, വീണ്ടും ഒരു പ്രാവശ്യം കൂടെ പ്രിയ പിതാവിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്ത് വരുന്നപ്പാ. കർത്താവെ, കഴിഞ്ഞ ഒരു രാത്രികാലവും കർത്താവെ ഇന്നൊരു പ്രഭാതവും കാണുവാൻ നീ അവിടുന്ന് ഞങ്ങളെ ഇടയാക്കിയത് ഓർത്ത് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ തന്നതിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ദൈവമേ, ഞങ്ങൾ കേട്ട വചനത്തിന്റെ മുൻപാകെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. കർത്താവെ ദൈവമേ, പിശാചിനോട് എതിർത്ത് നിൽപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവത്തെ പരീക്ഷിക്കുന്ന കർത്താവെ
ദൈവത്തെ വ്രണപ്പെടുത്തുന്ന കർത്താവെ പ്രവർത്തികളിൽ നിന്ന് കർത്താവെ ഞങ്ങൾ പിന്മാറുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവത്തെ പരീക്ഷിക്കുന്ന പിശാചുക്കളുടെ കർത്താവെ ഒപ്പം ചേരുവാൻ ഞങ്ങളെ അവിടുന്ന് അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങൾ നിൽക്കുന്ന ഇടം വിശുദ്ധ സ്ഥലം എന്ന് തിരിച്ചറിയുവാനുള്ള വിവേകം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ വിശുദ്ധിയോടെ വിശ്വസ്തയോടെ കർത്താവിന്റെ സന്നിധിയിൽ നിൽപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ കുറവുകൾ, ബലഹീനതകൾ, കർത്താവെ വീഴ്ചകൾ, പോരായ്മകൾ എല്ലാം അവിടുന്ന് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ നല്ലത് സംസാരിപ്പാൻ തക്കവണ്ണം വചനത്തെ ആഴമായി മനസ്സിലാക്കുവാൻ അതിനനുസരിച്ച് ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാൻ പ്രശസ്തിക്കോ കർത്താവെ ദൈവമേ ഞങ്ങളുടെ പേരിനോ ഫെയിമിനോ ആയിട്ട് ഞങ്ങൾ ജീവിക്കാതെ കർത്താവെ ദൈവം ഞങ്ങൾക്ക് നൽകി തന്നിരിക്കുന്ന താലന്തുകൾ, ദൈവം നൽകി തന്നിരിക്കുന്ന കഴിവുകൾ, അനുഗ്രഹങ്ങൾ, ദാനങ്ങളെല്ലാം കർത്താവെ മറ്റുള്ളവർക്ക് പ്രയോജനകരമാകുന്ന തരത്തിൽ ഞങ്ങൾ ഉപയോഗപ്പെടുത്തുവാൻ തക്കവണ്ണം കർത്താവെ ഞങ്ങൾ അതൊക്കെ കർത്താവെ മറ്റുള്ളവരുടെ നന്മയ്ക്കായിട്ട് പ്രയോജനപ്പെടുത്തുവാൻ നീ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ ദൈവമേ നീ അവിടുന്ന് ഞങ്ങളെ നടത്തുന്ന പരിപാലിക്കുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം. വീണു പോകും എന്ന് കരുതുന്ന ഇടങ്ങളിലൊക്കെ കർത്താവെ അവിടുന്ന് താങ്ങി നടത്തുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് കരം പിടിച്ച് ഞങ്ങളെ നടത്തുന്നത് ഓർത്ത് സ്തോത്രം കർത്താവെ ദൈവമേ അവിടുന്ന് ഞങ്ങളെ സംരക്ഷിക്കുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ ദാസിയെ എന്നുള്ള വിളിക്ക് കർത്താവെ ഞങ്ങൾ യോഗ്യമാകുന്നവണ്ണം ജീവിപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. രോഗങ്ങൾക്ക് വിടുതൽ നൽകുന്നവനായ ദൈവം, രോഗികൾക്ക് സൗഖ്യം നൽകുന്നവനായ ദൈവം ഇന്നും ഞങ്ങളോടൊപ്പമുള്ളതിനാൽ, ഞങ്ങളോടൊപ്പം ജീവിക്കുന്നതിനാൽ ഞങ്ങൾ നന്ദി കരേറ്റുന്ന കർത്താവെ ദൈവമേ ആ സാമീപ്യം, ആ സാന്നിധ്യം ഞങ്ങൾ തിരിച്ചറിയുവാൻ ഈ പകൽക്കാലം ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തിന്റെ കർത്താവെ ദൈവമേ ഓട്ടം ഞങ്ങൾ മുൻപോട്ട് ഓടുവാൻ തക്കവണ്ണം പ്രത്യാശയോടെ പ്രതീക്ഷയോടെ കർത്താവെ ഞങ്ങൾ ഈ ദിവസങ്ങളിലൊക്കെ നിന്റെ സന്നിധിയിലായിരിക്കാൻ അവിടുന്ന് സഹായിക്കണമേ. പ്രത്യേകിച്ച് ഈ നോമ്പിന്റെ ദിവസങ്ങളൊക്കെ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ സ്വഭാവങ്ങളെയൊക്കെ ഒന്ന് ക്രമീകരിക്കുവാൻ തക്കവണ്ണം അരുതാത്ത വഴികളിൽ നിന്ന് കർത്താവെ ഞങ്ങൾ വിട്ട് നന്മയുടെ പാതയിൽ സഞ്ചരിപ്പാൻ, അരുതാത്ത വാക്കുകളെയൊക്കെ ഞങ്ങൾ ഉപേക്ഷിച്ച് കർത്താവെ നല്ലത് സംസാരിപ്പാൻ, കർത്താവെ മറ്റുള്ളവരെ വേദനിപ്പിക്കാത്ത, വ്രണപ്പെടുത്താത്ത, മറ്റുള്ളവർക്ക് മുറിവേൽപ്പിക്കാത്ത തരത്തിൽ ഞങ്ങളുടെ ജീവിതങ്ങളെയൊക്കെ ക്രമീകരിക്കുവാൻ കർത്താവെ നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ മറ്റുള്ളവർക്ക് നന്മമരമായിട്ട് ഞങ്ങൾ തീരുവാൻ തക്കവണ്ണം അനേകർക്ക് ആശ്വാസം പകരുന്ന, തണല് നൽകുന്ന കർത്താവെ വൃക്ഷങ്ങളായിട്ട് ഞങ്ങൾ വളർന്ന് പടർന്ന് പന്തലിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നാളുകളിലൊക്കെ ഞങ്ങളോടൊപ്പം അവിടുത്തെ സാന്നിധ്യമുള്ളത് കൊണ്ട് സ്തോത്രം. സഭയെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ സഭയിലെ എല്ലാ കുടുംബങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവിടുത്തെ സന്നദ്ധിയിൽ പേരുകൾ അർപ്പിച്ച എല്ലാവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവമേ നീ അവർക്ക് വേണ്ട സൗഖ്യവും ആശ്വാസവും വിടുതലും അവിടുന്ന് അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ സൗഖ്യമുണ്ട് കർത്താവെ. നീ ഒന്ന് നോക്കിയാൽ ഞങ്ങൾക്ക് സൗഖ്യമുണ്ട് കർത്താവെ. ആ തിരിച്ചറിവ് കർത്താവ് ഞങ്ങൾക്ക് നൽകി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്നോട് കൂടുതൽ അടുത്ത് ജീവിപ്പാൻ, നിന്റെ സ്നേഹത്തിൽ കർത്താവെ ഞങ്ങൾ ഒന്നുകൂടെ കർത്താവെ ചേർന്ന് നിൽപ്പാൻ നീ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും സകലതും സമസ്തവും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുക കർത്താവെ. തമ്മിൽ കാണുന്നത് വരെയും തിരിച്ചിറകന്റെ മറവിൽ ഞങ്ങൾ എല്ലാവരെയും പരിപാലിക്കണമേ, എല്ലാവരെയും വഴി നടത്തണമേ. ആയിരിക്കുന്ന ഇടങ്ങളിൽ ഓരോരുത്തരെയും കാത്ത് സംരക്ഷിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൽ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ അവിടുന്ന് അപേക്ഷിക്കുന്നു. കൃപ തോന്നി കേൾക്കണമേ. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം പൂജിതമാകണമേ, തിരുരാജ്യം വരണമേ, തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കരുണ ക്ഷമിച്ചിരിക്കുന്ന പോലെ പാപങ്ങൾ ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് കടത്താതെ ദുഷ്ടനും രാജ്യവും ശക്തിയും മഹത്വവും നമ്മുടെ കർത്താവിന്റെ രക്ഷിതാവുമായ യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സംസർഗവും സഹവാസവും പ്രിയമുള്ളവരെ നമ്മെല്ലാവരോടുകൂടെയും ഓർത്തു പാർച്ച വിഷയങ്ങളോടുകൂടെയും വിട്ടുപോയ വിഷയങ്ങളോടും ഒന്നുമല്ല ഇപ്പോഴും വസിക്കുന്നതാകട്ടെ. ഇന്നത്തെ പ്രാർത്ഥനയിൽ സംബന്ധിച്ച എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. പാട്ടുകൾക്ക് നേതൃത്വം നൽകിയവരോടും സങ്കീർത്തനം വായിച്ച ലില്ലി ആന്റിയോടും മധ്യസ്ഥ പ്രാർത്ഥനയിൽ നമ്മളെ നയിച്ച സുഷ ആന്റിയോടുമുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഒരിക്കൽ കൂടെ എല്ലാവരോടും നന്ദി പറയുന്നു. ഈ ഞായറാഴ്ച മുതൽ നമ്മുടെ രാവിലത്തെ ആരാധന രാവിലെ 8:30 മണിക്കാണ്, 8:30ക്കാണ് സർവീസ് ആരംഭിക്കുന്നത്, സമ്മർ ടൈമിങ്. അതുകൊണ്ട് നേരത്തെ ദേവാലയത്തിൽ വരണം. ഇന്ന് വൈകിട്ട് 6 മണിക്ക് നമുക്ക് സർവീസ് ഉണ്ടായിരിക്കുന്നതാണ്. വിശദമായ നോട്ടീസ് ഞാൻ അയക്കും.
ഒരിക്കൽ കൂടെ എല്ലാവരോടും നന്ദി പറയും. താങ്ക് യു സോ മച്ച്.